ഒരുപാട് സഹോദരങ്ങളെ, നമ്മൾ യുഗാന്ത ശാസ്ത്രത്തിലേക്ക് മരണം, വിധി, സ്വർഗം, നരകം. എന്താണ് മരണം? ഇതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. എന്താണ് മരണം? ദൈവത്തെ സംബന്ധിച്ച് മരണം എന്ന് പറയുന്നത് പാപാവസ്ഥയാണ്. ഒരു വ്യക്തി പാപത്തിലേക്ക് കടന്നു വരുന്ന സമയത്തെയാണ് ദൈവം മരണം എന്ന് വിളിക്കുന്നത്. നന്മത്തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ പഴം നീ ഭക്ഷിച്ചാൽ തത്സമയം നീ മരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവമായുള്ള ബന്ധം ആ വ്യക്തി ആ സ്പോട്ടിൽ വിട്ടുപോയി. ആ നിമിഷം വ്യക്തി മരിച്ചു എന്നാണ് ദൈവത്തെ സംബന്ധിച്ചുള്ള മരണം. നമ്മെ സംബന്ധിച്ചുള്ള മരണം എന്താ? നമ്മുടെ ജീവന്റെ ഫങ്ഷൻ, ശരീരത്തിന്റെ ഫങ്ഷൻ, ജീവൻ എന്ന് പറയുന്ന ഫങ്ഷൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ നമ്മൾ മരിച്ചു എന്ന് നമ്മൾ പറയും. ഇതാണ് അതിന് വ്യത്യാസം. അപ്പോൾ മരണം എന്ന് പറയുന്ന അവസ്ഥ നമ്മൾ മനസ്സിലാക്കി, പാപകരമായ അവസ്ഥയിലേക്ക് പോകുന്നതാണ് ദൈവത്തെ സംബന്ധിച്ച് മരണം. നമ്മെ സംബന്ധിച്ച് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക ചെയ്യുന്നത്. അപ്പോൾ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ജനനമാണ്, അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് വരികയാണ്, തുടർച്ചയാണ്. ഇത് മനസ്സിലാക്കണം. ഇനി ബൈബിളിന്റെ ഭാഷയിൽ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നിത്യജീവൻ എന്ന് പറയുന്ന പ്രയോഗമുണ്ട്. നിത്യജീവൻ. അപ്പൊ എന്താ നിത്യജീവൻ? ഈ അപ്പം ഭക്ഷിക്കുന്നവന് മരിക്കുകയില്ല, നിത്യം ജീവിക്കും. എന്നിട്ട് ഈ അപ്പം ഭക്ഷിച്ചിട്ട് നമ്മൾ മരിക്കാറുണ്ട്, അല്ലേ? അപ്പോൾ കർത്താവോട് പറയുന്നത് എന്താ? നമ്മുടെ ആത്മാവിലെ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ അവിടെ മുതൽ നമ്മൾ എന്ത് സംഭവിക്കുക? യേശു ക്രിസ്തുവിൽ ജീവിക്കാൻ ആരംഭിക്കുക. ഇതാണ് നിത്യജീവൻ. അപ്പൊ മരിക്കേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ മരിക്കണം. നമ്മൾ സ്വർഗത്തിൽ പോകേണ്ടത് എപ്പോഴാണ്? ഇപ്പോൾ തന്നെ പോകണം. അതാണ് മാമോദിസായി നടക്കുന്ന കാര്യം. മാമോദിസായി ഒരു വ്യക്തി മരിക്കുകയാണ് ചെയ്യുന്നത്. പാപത്തെ സംബന്ധിച്ച് മരിച്ച് ക്രിസ്തുവിൽ ഉയർത്തെഴുന്നേൽക്കുക, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരത്തിലെ അംഗമായി തീരുന്നു. അതാണ് മാമോദിസ സംഭവിക്കുന്നത്. അവിടെ വെച്ച് അവൻ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. പിന്നെ വേറെ നിത്യജീവനം അന്വേഷിക്കണം. അവിടെ വെച്ച സ്പോട്ടിൽ നിത്യജീവനിലേക്ക് പ്രവേശിച്ചു. ഇപ്പോൾ എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ തുടരും. ഞാൻ ആയിരിക്കുന്ന അവസ്ഥ ഞാനും തുടരും. അപ്പൊ എൻ്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് ഈ ആത്മാവിനെ കൊണ്ട് എങ്ങോട്ട് പോകും? യേശുവിലേക്ക് പോകും. അതാണ് മൃതി അടയുന്നവർ നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു എന്ന് കൊളോസ്യസ് 3 അദ്ദേഹത്തിൽ പറയുന്നത്. അപ്പൊ ക്രിസ്തുവിലായിരിക്കും. അതാണ് പ്രത്യേകം. നമ്മൾ ക്രിസ്തുവിലായിരിക്കും. പൗലോസ് പറയുന്നില്ലേ, മരിച്ച് ക്രിസ്തുവിനോട് ആയിരിക്കുവാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞൊരു വചനുണ്ട്, അല്ലേ? ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കും. ഇത് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കണം. ഇതിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുണ്ട്, അതിനെപ്പറ്റി പറയാം. അപ്പൊ മരണം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കാനുള്ള വിളിയാണ്. അപ്പൊ നമ്മൾ എപ്പോ ആരംഭിക്കണം? ഇപ്പൊ ആരംഭിക്കണം. മരിക്കുന്ന സമയത്തല്ല നമ്മൾ സ്വർഗം ആരംഭിക്കുന്നത്. ഇപ്പോഴാണ് നമ്മൾ നിത്യജീവൻ ആരംഭിക്കേണ്ടത്. ഇപ്പോൾ തന്നെ ഞാൻ ക്രിസ്തുവിലായിരിക്കണം, ക്രിസ്തു എന്നിലായിരിക്കണം. അതിന്റെ തുടർച്ചയാണ് മരിക്കുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത്. അല്ലാതെ വേറെ ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല, പുതിയതായിട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. മരിക്കുന്ന സ്പോട്ടിൽ എങ്ങനെയാണ് നമ്മൾ ആയിരിക്കുന്നത് അത് തുടരും. മരണശേഷം അത് തുടരും. മരിക്കുമ്പോൾ നമ്മൾ നല്ല ആത്മീയതയിലും ശുദ്ധാത്മാവിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ അതങ്ങനെ സ്വർഗീയാനുഭവമായിട്ടാണ് തുടർന്നു പോകുന്നത്. മരിക്കുമ്പോൾ നമ്മൾ നിത്യപാപികളും ക്രിസ്തുവിനെ വെറുക്കുന്നവരുമാണെങ്കിൽ ആ അവസ്ഥ തുടർന്നു പോകും. അതാണ് നരകം. മരിക്കുമ്പോൾ നമ്മൾ ക്രിസ്തുവിലേക്ക് വരാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു വ്യക്തിയെ തുടരുകയാണെങ്കിൽ ആ ആഗ്രഹത്തോടെ നമ്മൾ തുടരും. അതാണ് ശുദ്ധീകരണ സ്ഥലം. ഹല്ലേലൂയ. അപ്പൊ സ്വർഗം എന്ന് പറയുന്ന അവസ്ഥ എന്താ? സ്വർഗം എന്ന് പറയുന്ന അവസ്ഥ മരണശേഷം ക്രിസ്തുവിലേക്ക് നമ്മുടെ ആത്മാവ് പ്രവേശിക്കണം, ക്രിസ്തുവിലായിരിക്കണം. വിശുദ്ധാത്മാക്കൾ എവിടെയാണെന്ന് വെച്ചാൽ സ്വർഗത്തിലായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ക്രിസ്തുവിലായിരിക്കലാണ്. ഈ ആത്മാക്കളല്ല, വിശുദ്ധാത്മാക്കൾ ക്രിസ്തുവിലായിരിക്കുന്നു. ക്രിസ്തുവിനോട് കൂടെ അവർ അറിയുന്നു, ക്രിസ്തുവിനോട് എല്ലാം അനുഭവിക്കുന്നു, അറിയുന്നു. അപ്പൊ നമ്മുടെ ബോധം നശിക്കുമ്പോൾ, മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോകും. ആത്മാവിനെ അറിയാൻ പറ്റുമെന്ന ചോദ്യം. അറിയാൻ പറ്റും. സ്വർഗത്തിൽ പോയാലും അവർക്ക് ബോധം ഉണ്ടായിരിക്കും, ശുദ്ധീകരണ സ്ഥലത്ത് പോയാലും ബോധം ഉണ്ടായിരിക്കും, നരകത്തിലേക്ക് പോകുന്ന ആത്മാവിനും ബോധം ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മുടെ മക്കളേനെയും മരിച്ചു പോകുമ്പോൾ നമ്മുടെ മക്കളേനെയും ഭാര്യേനെയും അല്ലെങ്കിൽ മറ്റു കുടുംബാംഗങ്ങളെയും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അവർക്ക് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാം. നമ്മളോട് ബന്ധമൊന്നും പോകുന്നില്ല എന്ന്. അപ്പോൾ അവർ നമുക്ക് വേണ്ടി വേണമെങ്കിൽ പ്രാർത്ഥിച്ചോട്ടെ, അല്ലേ? മരിച്ചു കഴിഞ്ഞാൽ നല്ലതല്ലേ? ആ ഒരു ബന്ധം തുടരുന്നുണ്ട്. അപ്പം മരിച്ചതിനെ കുറിച്ച് നമ്മൾ വിലപിക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് കുഴപ്പമില്ല.
നമുക്ക് കാണാൻ പറ്റില്ല എന്നുള്ളത്. നമുക്ക് വേണമെങ്കിൽ ആത്മീയമായി നമുക്ക് ക്രിസ്തുവിൽ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം. സ്വർഗത്തിലേക്ക് ഇങ്ങനെ പോകുന്നു. അപ്പൊ ക്രിസ്തുവിലേക്ക് ആയിരിക്കുന്നു, ക്രിസ്തുവിലായിരിക്കുന്നു. ആത്മാവ് എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. വിശുദ്ധാത്മാക്കൾ എവിടെയുണ്ട്? ക്രിസ്തുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇനി ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോകുന്ന അവസ്ഥ എന്താണെന്നാണ്. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. മരണം, വിധി, സ്വർഗം, നരകം, അതേ ഉള്ളൂ. ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് ഒരു സ്ഥലമല്ല. പിന്നെന്താണ്? സ്വർഗത്തിലേക്ക് പോകുന്നൊരവസ്ഥയാണ്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി സ്വർഗത്തിൽ പരിശുദ്ധിയിലേക്ക് പോകുമ്പോൾ, യേശുവിലേക്ക് ഇങ്ങനെ പോവുക. ഇങ്ങനെ പോകുമ്പോൾ എൻ്റെ മേലെ പാപത്തിന്റെ ചെളികളൊക്കെ കുറേശ്ശൊക്കെ പറ്റിയിട്ടുണ്ട്. ലഘുപാപത്തിന്റെ ഒക്കെ വലിയ മാരകമായതൊന്നുമില്ല. എനിക്ക് ഈശോയുടെ സ്നേഹം, അതുകൊണ്ട് എനിക്ക് ഈശോയുടെ അടുത്തേക്ക് തന്നെ പോകണം. പക്ഷെ കുറെ പാപത്തിന്റെ അവസ്ഥയുണ്ട്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശിന്റെ ബലിയുടെ സഹനത്തിൽ ഇതൊന്ന് ശുദ്ധീകരിച്ചുകൊണ്ട് എടുക്കുക. ഈ ആത്മാവ് ഇങ്ങനെ കടന്നു പോകുക അതിലൂടെ. അപ്പോൾ ഈ സ്വർണം അഗ്നിയിൽ ഇങ്ങനെ ശുദ്ധി ചെയ്യുന്നത് പോലെ, അതിന്റെ ചെളിയൊക്കെ നശിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ഒന്ന് സ്ഫുടം ചെയ്യും. ഇങ്ങനെ സ്ഫുടം ചെയ്തിട്ട് ആത്മാവ് എവിടേക്ക് എത്തും? സ്വർഗത്തിലേക്ക് എത്തും. ഈ പോകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ശുദ്ധീകരണ സ്ഥലം. അല്ലാതെ ഒരു സ്ഥലമോ ഒന്നുമല്ല. നമ്മുടെ ആത്മാവ് സ്വർഗത്തിൽ പോകുന്ന വഴിക്ക് മേലുള്ള ചളിയൊക്കെ ഒന്ന് നീങ്ങി പോകണം, നമ്മൾ സ്വർഗത്തിലേക്ക് എത്തുന്നു. പക്ഷെ അത് നല്ലൊരു സ്ഫുടം ചെയ്യുന്നൊരു പരിപാടിയായിരിക്കും, നല്ലൊരു വേദനയായിരിക്കും, പരിശുദ്ധാത്മാവിന്റെ അഗ്നിയായിരിക്കും, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ കുരിശുമരണത്തിന്റെ യോഗ്യതയായിരിക്കും. അതിലൂടെ പോവുക. അത് അവിടെയാണ് സഹനത്തിന്റെ പ്രാധാന്യം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ഏതൊരു തെറ്റിനെയും ഒരു കാലിക ശിക്ഷയുണ്ട്, നിത്യശിക്ഷയുണ്ട്. നിത്യശിക്ഷയിൽ നിന്ന് മോചനം ക്രിസ്തു തന്നു. ഒരു കാലിക ശിക്ഷയുണ്ട്. കാലിക ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊച്ചു നമ്മൾ ചെയ്ത തെറ്റുകൾക്ക് ഒരു സ്പോട്ട് വീണുമല്ലോ. അവിടെ ആത്മാവിനൊരു സ്പോട്ട് വീണു, അതൊന്നും മാറ്റി കളയണ്ടേ. അതിന് കാലിക ശിക്ഷ എന്ന് പറയുന്നത്. നമ്മൾ മദ്യപിച്ചു, ഭാര്യയെ അടിച്ചു, ദാരിദ്ര്യം കടന്നു വന്നു, മദ്യപാനത്തിന്റെ ഫലമായി ദാരിദ്ര്യം കടന്നു വന്നു. ദൈവം രക്ഷിച്ചതല്ലേ, പിന്നെ എന്തുകൊണ്ട് ദാരിദ്ര്യം വന്നു? അതൊരു കാലിക ശിക്ഷയാണ്. മക്കൾ അത് കാരണം കൊണ്ട്, ഞാൻ മദ്യപാനം ചെയ്തുകൊണ്ട് മക്കൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു, കാലിക ശിക്ഷ തുടരുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു കാലിക ശിക്ഷ ഉണ്ട്. അതൊന്ന് മോചനം വേണം. അല്ലെങ്കിൽ ആത്മാവിലേറ്റ ആ കറകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് മോചിപ്പിക്കുന്ന പരിപാടിയാണ് ഈ ശുദ്ധീകരണ സഹനത്തിലൂടെ സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ സഹനങ്ങൾ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ഈ സഹനങ്ങളെ സ്വീകരിക്കുകയാണെങ്കിൽ ഈ ശിക്ഷയിൽ ഒരു ഇളവുണ്ടായിരിക്കും. സ്നേഹത്തോടെ വലിയ ആഗ്രഹത്തോടെ സ്വീകരിച്ചാൽ ഈ ശിക്ഷയിൽ ഒരു ഇളവുണ്ടായിരിക്കും. അതുകൊണ്ട് രക്തസാക്ഷികൾ അപ്പൊ തന്നെ സ്വർഗത്തിൽ പോകുമെന്ന് പറയുന്നത് കാരണം ആ സഹനം അവിടെ കംപ്ലീറ്റ്. അൽഫോൻസാമ്മയൊക്കെ സ്വർഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ ഈ സഹനത്തോട് അവിടെ ഒരു ഭൂമിയിൽ ആയിരിക്കുമ്പോൾ തന്നെ അത് സ്നേഹത്തോടെ സ്വീകരിച്ച് അത് കംപ്ലീറ്റ് ചെയ്യാൻ കുരിശിന് ബലിയുടെ യോഗ്യത ചേരുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഈ പറയുന്ന ആത്മാവിന്റെ സ്ഫുടം, ശുദ്ധീകരണ സ്ഥലം. 1 കോറിന്തോസ് 3:15 വാക്യം എന്താ പറയുന്നത്? ആരുടെ പണി അഗ്നിക്കിരയാകുന്നവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും, എങ്കിലും അഗ്നിയിലൂടെ എന്ന വണ്ണം അവൻ രക്ഷ പ്രാപിക്കും. സ്റ്റേജ് അഗ്നിയിലൂടെ എന്ന വണ്ണം രക്ഷ പ്രാപിക്കും, നഷ്ടം സഹിക്കേണ്ടി വരും, രക്ഷ പ്രാപിക്കും. അതുകൊണ്ടാണ് 1 കോറിന്തോസ് 15 പറയുന്നത്. അധ്യായം 41 വാക്യം. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേത് മറ്റൊന്ന്, നക്ഷത്രങ്ങളത് വേറൊന്ന്, നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. ഇത് ശരീരത്തിൽ മരിച്ചവരെ ഉയർപ്പിക്കുന്നതിനെ പറ്റി പറയുന്ന. അപ്പൊ സ്വർഗത്തിലാണ് വിശദന്മാർ നിൽക്കുന്നത്, നമ്മൾ നിൽക്കുന്ന ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ട്. അവർ കുറച്ചുകൂടി മഹത്വത്തിലുള്ള നല്ല തിളങ്ങുണ്ടാവും, നമ്മൾ കുറച്ചെങ്കിലും തിളങ്ങിയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവുള്ളൂ എന്ന് മാത്രം. തിളക്കമൊക്കെ ഉണ്ടാവും, തിളക്കത്തിന് വ്യത്യാസമുണ്ട് സ്വർഗത്തിൽ. എല്ലാവർക്കും ഒരേപോലെ എല്ലാ സമ്മാനം, തിളക്കത്തിന് കുറച്ച് മാറ്റമുണ്ട്. എല്ലാവർക്കും സംതൃപ്തി ഉണ്ടായിരിക്കും സ്വർഗത്തിൽ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഈ ഒരു വ്യത്യാസം സ്വർഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തിന്റെ ഒരു അനുഭവം നമുക്കുണ്ടായിരിക്കും. ഇതാണ് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. അല്ലാതെ ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് നരകാഗ്നിയിലിട്ട് വറക്കുന്ന സ്ഥലമൊന്നുമല്ല, ഒരു തീയിലിട്ട് കത്തിച്ച് ഇങ്ങനെ കുറെ ശുദ്ധീകരിക്കുകയാണ്, അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് പോകരുത്. ശുദ്ധീകരണം ആവശ്യമാണ്. അപ്പൊ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അല്ലേ? അവർ മറ്റുള്ളവർക്ക് രോഗം വരുമ്പോൾ കർത്താവേ രോഗത്തിൽ നിന്ന് വിടുന്നു നൽകണേ നമ്മൾ പ്രാർത്ഥിക്കും.
അപ്പൊ ശുദ്ധീകരണ സ്ഥലത്ത് നിത്യജീവനിലേക്ക് കടന്നു വരുന്ന ഈ ആത്മാവിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിച്ചുകൂടെ? ഭൂമിയിലെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചപ്പോ എന്താ കുഴപ്പം? അല്ലേ? അങ്ങനെ ഒന്ന് പ്രാർത്ഥിക്കാൻ സഭ ആവശ്യപ്പെടുന്നുണ്ട്. ആ പ്രാർത്ഥന നമുക്കൊരു ആശ്വാസം കിട്ടും. നമ്മളിപ്പോ രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന കാരണം കർത്താവ് അല്ലെ നമുക്ക് വേണ്ടി ഇന്ന വ്യക്തി, ഇപ്പൊ എനിക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോൾ വേറെ വ്യക്തികളോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ആ പ്രാർത്ഥന നമുക്ക് ശക്തിയാണ്. അതുപോലെ സഹിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് പ്രാർത്ഥിച്ചപ്പോ എന്താ കുഴപ്പം? അവർക്കൊരു സഹായമാണ്, അവർക്കൊരു ശക്തിയാണ്. അത് സഭയുടെ ഒരു കൂട്ടായ്മയാന്നേ. നമ്മളിവിടെ ആയിരിക്കുന്നവർ മരിച്ചുപോയ ആത്മാക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് നമ്മൾ നൽകുന്ന ഒരു സഹായം, അത്രയേ ഉള്ളൂ. അല്ലാതെ നരകത്തിൽ പോയ ആത്മാവിനെ നമ്മളിവിടെ ഇന്ന് പ്രാർത്ഥിച്ചിട്ട് സ്വർഗത്തിലേക്ക് കടത്താമെന്നൊന്നും വ്യാമോഹം വേണ്ട, നടക്കുന്ന കാര്യമില്ല. പക്ഷെ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന ആത്മാവ് നരകത്തിൽ പോയോ സ്വർഗത്തിൽ പോയോ ശുദ്ധീകരണത്തിൽ പോയോ എന്ന് നമുക്കറിയില്ല. അപ്പൊ നമ്മളിത് പ്രാർത്ഥിക്കുക, നമ്മുടെ പ്രാർത്ഥനകൾ ഒന്നും വേസ്റ്റ് ആവില്ല. കർത്താവിന് അറിയാം ആർക്കൊക്കെ കൊടുക്കേണ്ടതെന്ന്, അത് കൊടുത്തോളും. സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? നമുക്ക് തോന്നുന്നുണ്ട്. സ്വർഗത്തിൽ പോയി നമുക്കറിയോ? വിശുദ്ധരുടെ സഭ പ്രഖ്യാപിച്ചു നമ്മുടെ അപ്പനമ്മ സ്വർഗത്തിൽ പോയി നമുക്കറിയോ? സ്വർഗത്തിൽ പോയിട്ടുണ്ടായിരിക്കാം. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗത്തിൽ പോയിട്ടുള്ള ആത്മാവാണെങ്കിൽ ആ പ്രാർത്ഥന കർത്താവ് വേറെ ഏതെങ്കിലും ശുദ്ധീകരണത്തെ ആത്മാക്കൾക്ക് കൊടുത്തോളും. പ്രാർത്ഥന ഒന്നും വേസ്റ്റ് ആയി പോവില്ല. ഹല്ലേലൂയ. അപ്പൊ പ്രാർത്ഥിക്കാൻ ഒരു കടപ്പാട് നമുക്കുണ്ട്, നല്ലൊരു കാര്യം ചെയ്യുന്നത്. അപ്പൊ ആ ശുദ്ധീകരണത്തെ ആത്മാക്കൾ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ, നമ്മുടെ പ്രാർത്ഥന കിട്ടിയിട്ട് അവർ സ്വർഗത്തിൽ പോയി കഴിഞ്ഞാൽ അവർ നമുക്ക് വേണ്ടി അവിടെ പ്രാർത്ഥിക്കുമോ? കാരണം നമ്മുടെ പ്രാർത്ഥന അവർ പോയതല്ലേ. അപ്പൊ നമുക്ക് വേണ്ടി അവരോട് പ്രാർത്ഥിക്കും. പ്രാർത്ഥന നല്ലതല്ലേ? ഈ ഐക്യമാണ് സ്വർഗവും ശുദ്ധീകരണ സ്ഥലം നമ്മളിൽ ഐക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ചിലർ പറയും മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതില്ല എന്ന് പറയാനുള്ള കാരണം അവർ വിചാരിക്കുന്നത് ആത്മാവിന് ബോധമില്ലെന്ന്. ആത്മാവ് നമ്മെ അറിയുന്നില്ല, നമ്മളോട് യാതൊരു ബന്ധവുമില്ല എന്നുള്ള കൺസെപ്റ്റ് വരുമ്പോഴാണ് അത് കാൽവിനിസത്തിന്റെ കാൽവിനിസത്തിലാണ് ആത്മാവിന് ബോധമില്ല എന്ന് പറയുന്നത്. ആത്മാവ് ഉറങ്ങുകയാണ്. അവരുടെ കൺസെപ്റ്റ് അനുസരിച്ചിട്ട് ആത്മാവ് ഉറങ്ങുകയാണ്, നിദ്ര പ്രാപിക്കുകയാണ്. നിദ്ര പ്രാപിക്കുമ്പോൾ പിന്നെ അവർക്ക് ആത്മാവിന് ബോധമില്ല, നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എന്നാണ് കാൽവിനിസം പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് ഉറങ്ങുകയാണോ? യേശുക്രിസ്തു എന്താ പറഞ്ഞത്? യേശുക്രിസ്തുവിന്റെ അടുത്ത് സദുക്കായർ വന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ? അപ്പോ അവിടെ ഒരു സ്ത്രീ ആരുടെ ഭാര്യ ആയിരിക്കുന്ന ചോദിക്കുന്നത്. അപ്പൊ ഈശോ പറഞ്ഞ കാര്യമുണ്ട്, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ് അവൻ, ജീവിക്കുന്നവരുടെ ദൈവമാണ്, ഉറങ്ങുന്നവരുടെ അല്ല, ബോധമില്ലാത്തവരുടെ അല്ല, ജീവിക്കുന്നവരുടെ ദൈവമാണ്. ഈശോ പിന്നെ പറയുന്നുണ്ട് ലാസറിന്റെ ഉപമയിൽ പറയുന്നത് എന്താ? ധനവാനി ലാസറിന്റെ ഉപമയിൽ എന്താ പറയുന്നത്? അബ്രാഹത്തിന്റെ മടിയിൽ അബ്രാഹം സംസാരിക്കുന്നത് കാണിക്കേ. അപ്പൊ ബോധത്തോടെയാണോ ബോധമില്ലാതെയാണോ ആത്മാവ് ഇരിക്കുന്നത്? ഇസ്ലാമിക കൺസെപ്റ്റിലാണ് ബോധമില്ല എന്നുള്ള കൺസെപ്റ്റ്. അതാണ് കാൽവിനിസ്റ്റുകാര് പിന്നെ കൊണ്ടുവന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിൽ ഉറങ്ങുകയാണ്. ആ കൺസെപ്റ്റാണ് കാൽവിനിസ്റ്റിലേക്ക് കടന്നു വരുന്നത്. ക്രൈസ്തവ കൺസെപ്റ്റ് അല്ല, യഹൂദ കൺസെപ്റ്റും അല്ല. ഹല്ലേലൂയ. ഇസ്രായേൽക്കാർക്കാ? അത് ഞാൻ പിന്നെ പറയാം, ഇസ്ലാമിനെ പറ്റി പറയുമ്പോൾ പറയാം. ഇതിലേക്ക് പോകട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഈ വിശ്വാസത്തിന്റെ പ്രശ്നം. ഈ നിദ്ര പ്രാപിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഒരു കൺസെപ്റ്റിലാണ്. നമ്മൾ ചോദിച്ച പെന്തക്കോസ്തുകാരൊക്കെ പറയും ആത്മാവ് നിദ്ര പ്രാപിക്കുകയാണ്, ഉറങ്ങുകയാണ്, അവർക്കൊന്നും ബോധമില്ല എന്നാണ് പറയാം. പക്ഷെ ബോധമുണ്ടെന്ന് കർത്താവ് തന്നെ പറയുന്നുണ്ട്. വിശുദ്ധ ആത്മാക്കളോട് പ്രാർത്ഥിക്കാൻ പാടോ? അതിനടുത്തൊരു വിഷയം വരത്തില്ലേ. അപ്പൊ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ പാടോ? മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഇതാണ് വിഷയം. നമ്മള് സാധാരണ പെന്തക്കോസ്തുകാർ പറയുമ്പോൾ അവർ പറയും വിശുദ്ധരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ഒരേ ഒരു മധ്യസ്ഥനേ ഉള്ളൂ, കർത്താവായ യേശു ക്രിസ്തു, വേറെ മധ്യസ്ഥന്മാരൊന്നുമില്ല. ഇതാണ് അവർ പറയുന്നത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് അതല്ല. ഇതാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട്. ബോധമുണ്ടോ ഇല്ലയോ എന്നാണ് ബാക്ക്ഗ്രൗണ്ട്. ഞാൻ കുറച്ചുകൂടി വ്യക്തമാക്കി പറഞ്ഞുതരാം. ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥിക്കാൻ പറ്റുമോ? മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ പറ്റുമോ? അവരെന്നെ പ്രാർത്ഥിക്കും അല്ലെ? പാസ്റ്റർമാര് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിച്ചിരിക്കുന്ന ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാൻ കുഴപ്പമില്ല. അപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ബൈബിളിലുണ്ടോ? ഉണ്ട്. സിനഗോഗ് അധികാരി യേശുവിനോട് പറയുമ്പോൾ യഹൂദന്മാര് പറയുന്നുണ്ട് അവൻ നമുക്ക് വേണ്ടി കുറെ കാര്യങ്ങൾ ചെയ്യുന്നതാണ്, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ കാനായിലെ കല്യാണത്തിന് പരിശുദ്ധ അമ്മ യേശുവിന്റെ അടുത്ത് വന്നിട്ട് മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്.
പ്രാർത്ഥിക്കുമ്പോൾ യേശു നടത്തി കൊടുക്കുന്നുണ്ട്. കാനാന്കാരി സ്ത്രീ യേശുവിന്റെ അടുത്ത് വന്നപ്പോൾ യേശു പ്രാർത്ഥന കേൾക്കാതെ മുന്നോട്ട് പോകുമ്പോൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്, കുറെ നേരം അയാൾ പെണ്ണൊരുത്തി പിന്നാലെ നടക്കുന്നു, ഒന്ന് അവളെ പറഞ്ഞു വിടുക, എന്തിനും ചെയ്യും. യേശു മധ്യസ്ഥം പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. അപ്പൊ ജീവിച്ചിരിക്കുമ്പോൾ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്. മരിച്ചു കഴിഞ്ഞാൽ ബോധമില്ല എന്ന് ഇവർ വിശ്വസിക്കുകയാണ്. അതുകൊണ്ടാണ് മരിച്ചു കഴിഞ്ഞാൽ മരിച്ചോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യത്തിന്റെ അടിസ്ഥാനം കിടക്കുന്നത്. മരിച്ചു കഴിഞ്ഞാൽ ജീവൻ ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്, ബോധം ഉണ്ടെന്ന് തന്നെ നമ്മൾ വിശ്വസിക്കുന്നത്, സ്വർഗത്തിലായിരിക്കുന്നതും. അപ്പൊ ആ വിശുദ്ധാത്മാക്കൾക്ക് ഈശോയോട് സംസാരിക്കാൻ പറ്റും, കാരണം അവർ ക്രിസ്തുവിലാണ്. വിശുദ്ധരോട് പ്രാർത്ഥിക്കാൻ പാടോ? യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടോ? താബോർ മലയിൽ യേശു രൂപാന്തരം പ്രാപിച്ചപ്പോൾ ലൂക്കായുടെ വിശേഷത്തിൽ ഇങ്ങനെയാണ്, ജെറുസലേമിലേക്കുള്ള തന്റെ കടന്നുപോകലിനെ പറ്റി മോശയോടും ഏലിയായോടും യേശു സംസാരിക്കുന്നത് തന്നെയാ പ്രാർത്ഥന. യേശു ചെയ്യുന്നുണ്ട്, പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റില്ലേ? മോശയോടും ഏലിയായോടും പറയുന്നത് പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് സ്വർഗവുമായുള്ള ഐക്യമാണ്. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയില് വിശുദ്ധന്മാരൊക്കെ ഉണ്ട്. ഗെത്സമേൻ തോട്ടത്തിൽ യേശു പ്രാർത്ഥിക്കുമ്പോൾ മാലാഖ ഇറങ്ങി വരിക, ഗബ്രിയേൽ മാലാഖ കാസയുമായിട്ട് വരിക, പാനപാത്രവുമായിട്ട്. അപ്പൊ യേശുവിന്റെ പ്രാർത്ഥനയില് വിശുദ്ധരുണ്ട്, മാലാഖമാരുണ്ട്. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയിൽ പറ്റില്ലേ? യേശു ഇത് കാണിച്ചിരിക്കുക. അതുകൊണ്ടാണ് വിശുദ്ധരോട് നമുക്ക് പ്രാർത്ഥിക്കാം, മാലാഖമാരെ നമുക്ക് പ്രാർത്ഥിക്കാം, മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. യേശുവിന്റെ മധ്യസ്ഥവും ഇവരുടെ മധ്യസ്ഥം വ്യത്യാസമുണ്ട്. യേശുവിന്റെ മധ്യസ്ഥത നേരത്തെ പറഞ്ഞു തന്നു, ഭൂമിയെ സ്വർഗവുമായി നിരപ്പിക്കുന്നു. അവിടെ ക്രിസ്തു മാത്രമേ ഉള്ളൂ. അവിടെ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ക്രിസ്തുവിന്റെ ജലവും രക്തവും ആത്മാവുമാണ് നമ്മെ ഒന്നിപ്പിക്കുന്നത്. വിശുദ്ധരുടെ അതല്ല, അത് പുണ്യന്മാരുടെ ഐക്യമാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാട്ടോ, ചേച്ചി എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. അതുപോലെ നമ്മൾ ശുദ്ധീകരണ ആത്മാക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധരോട് നമ്മൾ നമ്മുടെ പ്രാർത്ഥന സഹായം പറയുന്നു, അവർ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രേ ഉള്ളൂ, ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതാണ് പുണ്യമായിട്ട് ഐക്യം. ഇത് നമ്മൾ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ഇത് ബൈബിളിലും കാണാൻ സാധിക്കും നമുക്ക്. വിശുദ്ധരുടെ പ്രാർത്ഥനകളാവുന്ന പരിമളദ്രവ്യം സ്വർഗത്തിലേക്ക് ഉയർന്നു എന്നാണ് വെളിപാട് പുസ്തകം പറയുന്നത് അല്ലെ. വിശുദ്ധരുടെ പ്രാർത്ഥനകളാവുന്ന പരിമളദ്രവ്യം സ്വർഗത്തിലേക്ക് ഉയർന്നു. വെളിപാടിന്റെ പുസ്തകത്തിൽ പറയുക, പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം ധൂപം കർത്താവിന്റെ അടുത്തേക്ക് ഉയരുന്നു. ഇതാണ്. ഇനി വിധി എന്ന കാര്യം പറയാം. സ്വർഗം എന്ന് തന്നെ പറഞ്ഞു, വിധി എന്ന് തന്നെ പറയാം. വിധി രണ്ട് തരത്തിലുള്ളത്, തനത് വിധി, അടുത്തെന്താണ് അന്തിവിധി. തനത് വിധി എന്താ? തനത് വിധി നമ്മൾ മരിക്കുന്ന നിമിഷം നമ്മുടെ മനസാക്ഷി നിന്ന് പുറത്തിറങ്ങുന്ന, ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്ന നിമിഷം, ആ നിമിഷം ദൈവം ആ വ്യക്തിയെ അളക്കും. അതാണ് ലാസറിന്റെയും ധനവാൻ ഉപമയില് ആ തനത് വിധിയെ പറ്റിയാണ് പറയുന്നത്. ആ നിമിഷം ആ വ്യക്തി സ്വർഗത്തിലേക്ക് നരകത്തിലേക്കും ഈ ആത്മാവ് മാറ്റപ്പെടും. ആത്മാവ് ക്രിസ്തുവിൻ്റെതാണെങ്കിൽ ക്രിസ്തുവിൽ നിഗൂഢമായി സിദ്ധി ചെയ്യും. നരകത്തിലേക്ക് പോകുന്ന ആത്മാവാണെങ്കിൽ നേരെ നരകത്തിൽ പോകും. ഇത് ആരാ മാറ്റുന്നത്? നമ്മൾ തന്നെയാണ് മാറ്റുന്നത്. നമ്മൾ മരിച്ചിട്ട് യേശുവിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ കർത്താവിനെ കാണുമ്പോൾ ഞാൻ പറയാണ്, ഈശോയെ ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണെന്ന് പറയുമ്പോൾ ഈശോ തത്സമയം നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, ആ ഐക്യമുണ്ടെങ്കിൽ നമ്മൾ സ്വർഗത്തിൽ നേരെ എത്തി. ആ ഐക്യമില്ല, അവിടെ ബ്രേക്ക് ആയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈശോയിലേക്ക് വരികയാണ് എന്ന് പറയുമ്പോൾ, ഞാൻ തന്നെ ആഗ്രഹിച്ച് വരുമ്പോൾ ശുദ്ധീകരണ സ്ഥലത്തേക്കാണ് പോവുക. അതേസമയം ഞാൻ ഈശോയെ കണ്ടപ്പോൾ, നിന്നെനിക്ക് വേണ്ട, നീ പരിശുദ്ധനാണ്, ഞാൻ പാപിയാണ്, നിന്നെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ യേശുവിൽ നിന്ന് ഓരോ സമയം അകന്നുകൊണ്ടേയിരിക്കും. അകന്ന് ദൈവമില്ലാത്ത ഇടത്തേക്ക് എത്തും. അതാണ് നരകം. ആ അവസ്ഥയാണ് നരകം. ആത്മാവ് അങ്ങനെ പോകും. അപ്പൊ ആരാണ് വിധിക്കുന്നത്? നമ്മൾ തന്നെ ശരിക്കും വിധി നടപ്പിലാക്കുന്നത് മരണത്തിന്റെ സ്പോട്ടിൽ. ഇപ്പോ പ്ലാമ്പാനി പിതാവ് പറഞ്ഞൊരു കാര്യം, സൂര്യപ്രകാശത്തിന്റെ ഇരിക്കുന്ന ഒരു കല്ലുണ്ട്. ആ കല്ലിന്റെ അടിയിൽ കുറെ പ്രാണികളുണ്ടായി. സൂര്യപ്രകാശത്തിലെ പ്രാണികൾ നിൽക്കുന്നില്ല, ഒക്കെ കല്ലിന് വെച്ചിരിക്കുക. നമ്മൾ കല്ലൊന്നും മാറ്റി കഴിഞ്ഞാൽ ഈ പ്രാണി എന്ത് ചെയ്യും? വേഗം നിഴലിൽ നോക്കി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. ഈ പകലിൽ വെയിലിൽ നിൽക്കില്ല. ഇതുപോലെ ദൈവത്തിന്റെ പ്രകാശം കടന്നു വരുമ്പോൾ ഈ ആത്മാവ്, അശുദ്ധമായ ആത്മാവ്, പാവിയായിരിക്കുന്ന ആത്മാവ്, അയ്യോ ഞാൻ അശുദ്ധനാണേ
എനിക്ക് ഈ പ്രകാശത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വിളിക്കും. അങ്ങനെ തെരഞ്ഞെടുക്കുന്നതിന് നരകം. ഹല്ലേലൂയ. നരകത്തിന്റെ അവസ്ഥ എന്താ? നരകത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ തീയിലിട്ട് വറക്കലോ പീഡനമൊന്നല്ല. ദൈവമില്ലാത്ത സ്ഥലം. ദൈവമില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം എങ്ങനെ അഗ്നിയിൽ വെന്തുരുകുന്നോ അതുപോലെ നമ്മുടെ ആത്മാവ് ദൈവമില്ലാതെ വേദനിച്ചു കൊണ്ടിരിക്കുന്നതാണ് നരകം. അനവസ്ഥ. അഗ്നിയിൽ വേദിക്കുന്നത് പോലെ നമ്മുടെ ആത്മാവ് ഇങ്ങനെ ദാഹിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ ദൈവത്തിന്റെ അടുത്തേക്ക് വരാനും പറ്റില്ല. അങ്ങനെ വെന്തുരുകുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് നരകം. കാറ്റഗിസം ഓഫ് കാത്തലിക് ചർച്ച് പഠിപ്പിക്കുന്നുണ്ട്. നരകം എന്നത് വസ്തുതയാണ്. കളകളുടെ ഉപമയിൽ യേശു പറയുന്നത് വളരെ വ്യക്തമായി. കളകളെല്ലാം വെട്ടി കെട്ടി തീയിലിട്ട് ചുട്ടുകളയും. പലയിടത്തും പറയുന്നുണ്ട് വിവാഹ വസ്ത്രമില്ലാത്തവൻ പുറത്തേക്ക് എറിയും, അവിടെ വിലാപവും പല്ലുകടിയായിരിക്കും. എന്നാൽ വേറൊരു ഉപമയുണ്ട്. എന്താണ്? അവനെ ജയിലിലാക്കും, കാരാഗ്രഹത്തിൽ അടയ്ക്കും. അത് അവസാന ചില്ലിക്കാശ് വീട്ടുവോളം അവൻ പുറത്തു വരില്ല. എന്താ? അവസാന ചില്ലിക്കാശ് വീട്ടി കഴിഞ്ഞാൽ അതാണ് ശുദ്ധീകരണ സ്ഥലം. അവസാന ചില്ലിക്കാശ് വീട്ടുന്നത് വരെ കിടക്കുന്നതിന് ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത്. മുഴുവൻ ശുദ്ധീകരിച്ചാൽ സ്വർഗത്തേക്ക് എടുക്കും. നരകം എന്ന് പറയുന്ന അവസ്ഥയുണ്ട്. നിത്യനരകം, രണ്ടാമത്തെ മരണം എന്ന ഒരുപാട് മുസ്ലിം പറയുന്നത് നിത്യമായിട്ട് രണ്ടാമത്തെ മരണം. ഇപ്പൊ നരകമില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ദൈവം സ്നേഹമാണ്, അതുകൊണ്ട് നരകമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ദൈവം സ്നേഹമായതുകൊണ്ട് നരകമുള്ളത്. എന്താ കാരണം? ഒരു ആത്മാവ് കർത്താവിന് വേണ്ട എന്ന് പറയുമ്പോൾ അതിനും താമസിക്കാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കണ്ടേ? അങ്ങനെ ഒരുക്കി കൊടുത്തത് നരകം. ഇല്ലെങ്കിൽ കർത്താവ് നീതിമാനല്ലല്ലോ, കാരുണ്യവാനല്ലല്ലോ. ദൈവത്തിന് വേണ്ട എന്ന് പറയുന്ന സ്വാതന്ത്ര്യം നമുക്കില്ലേ? അത് വേണ്ട എന്ന് പറയുന്ന ആത്മാവിന് ഒരുക്കി കൊടുക്കണ്ട ഒരു സ്ഥലം. അങ്ങനെ ഒരുക്കി കൊടുത്ത ദൈവം മാറി നിന്ന് കൊടുത്ത സ്ഥലത്തിന്റെ പേരാ നരകം. അല്ലാതെ പീഡിപ്പിക്കാൻ വേണ്ടി ശിക്ഷ നോക്കി നീ അത് ചെയ്തുണ്ടല്ലോ ഇതുണ്ടെന്ന് പറഞ്ഞ സ്ഥലമല്ല. ഇതാണ് ഈ അവസ്ഥ. ഹല്ലേലൂയ. അപ്പൊ നരകമില്ല എന്ന് പറയുന്നവരാണെങ്കിൽ അതിനർത്ഥം ദൈവം കാരുണ്യവാനല്ല എന്നർത്ഥം. ദൈവം ഒരു പിടിവാശിക്കാരനാണ്. എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുവരാൻ ദൈവത്തിന് വേണ്ട എന്ന് പറയുന്ന വ്യക്തികളെയും സ്വർഗത്തിലേക്ക് കൊണ്ടുവരുന്ന പിടിവാശിക്കാരനാണ് ദൈവം എന്ന് അർത്ഥം. എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ദൈവം വേണം എന്നൊരു ആഗ്രഹമുണ്ടോ അവൻ ഭാഗ്യവാൻ. അവൻ എങ്ങനെയും സ്വർഗത്തിൽ പോയിക്കോളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കും. ഇതാണ് ശുദ്ധീകരണ സ്ഥലം നരകം. വിധി, തനത് വിധി. ഇനി അന്ത്യവിധി. അടുത്താണ് അന്ത്യവിധി എന്ന് പറയുന്ന സംഭവം. ക്രിസ്തുവിന്റെ രണ്ടാം വരവ്. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാ വരിക? ക്രിസ്തു രണ്ടാം വരവ് വരുന്നത് തന്റെ വിശുദ്ധന്മാരോടും ദൂതന്മാരോടും ഒപ്പാ വരുന്നത്. ദൂതന്മാരൊക്കെ വിശുദ്ധന്മാരെവിടുന്ന വരണേ? വിശുദ്ധന്മാരെവിടുന്ന വരുന്നേ? ദൂതന്മാരൊക്കെ വിശുദ്ധന്മാരെവിടുന്ന വരണേ? ക്രിസ്തുവിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്ന വിശുദ്ധാത്മാക്കൾ. അവരോട് കൂടെയാണ് ആര് വരുന്നത്? യേശു ക്രിസ്തു വരുന്നത്. കൊളോസസ് 3:3 പറയുന്നില്ലേ? എന്താ പറഞ്ഞത് കൊളോസസ് 3:3? ഞാൻ നേരത്തെ വായിച്ച വചനം, നിങ്ങൾ മൃതരായിരിക്കുന്നു, നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനൊപ്പം ദൈവത്തിൽ നിഗൂഢമായി സ്ഥിതി ചെയ്യുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു പ്രത്യക്ഷനാക്കുമ്പോൾ അവനോട് കൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അപ്പൊ നമ്മൾ മരിച്ച സ്വർഗത്തിൽ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ ക്രിസ്തുവിന്റെ രണ്ടാം വരവിൽ നമ്മുടെ ആത്മാവും ഇറങ്ങി വരും. അല്ലേ? നമ്മുടെ ആത്മാവ് ഇറങ്ങി വരും. പിന്നെന്താ സംഭവിക്കുക? പിന്നെ നമ്മുടെ ശരീരത്തെ ദൈവം വിളിക്കും. മണ്ണിനടിയിൽ ആയിരിക്കുന്ന എല്ലാ ശരീരങ്ങളും, അഗ്നിക്കിരയായതോ അപ്രത്യക്ഷമായതോ എന്ത് ശരീരമായിക്കോട്ടെ, ആ ശരീരത്തെ കർത്താവ് വിളിക്കും, എഴുന്നേറ്റ് വരാൻ പറയും. അപ്പോൾ ഈ ശരീരം വരും. ഈ ശരീരം വരുമ്പോൾ ശരീരത്തിന്റെ പ്രത്യേകത എന്താ? സ്വർഗീയ ശരീരമായിട്ടുണ്ടായിരിക്കും. പൗലോസ് പറയുന്നത് എങ്ങനെയാണ്? 1 Corinthians 15-ാം അധ്യായത്തിൽ ഗോതമ്പ് മണി നിലത്ത് വീണ് അടിഞ്ഞിട്ട് ഇല്ലാതെ പിന്നെ ഉണ്ടാവുന്നത് ഗോതമ്പ് മണിയാണോ? ഗോതമ്പ് ചെടിയാണ്. പക്ഷെ ആ ഗോതമ്പ് തന്നെയല്ലേ? ആ ഗോതമ്പ് തന്നെ. ഇതേപോലെ നമ്മുടെ ശരീരങ്ങളെ അനശ്വരങ്ങളാക്കി സ്ഥലത്തിനും കാലത്തിനും അവസ്ഥയ്ക്കും അതീതമാക്കി ഈ ശരീരങ്ങളെ അങ്ങോട്ട് ഉയർത്തും. മഹത്വീകൃതമായ ശരീരം. യേശു അത് നമുക്ക് കാണിച്ചു തന്നു. ലാസർ മരിച്ച് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതേ ശരീരം തന്നെ ഉയർത്തെഴുന്നേറ്റത്. പക്ഷെ യേശു കല്ലറയിൽ നിന്ന് വീണ്ടും ഉയർത്തെഴുന്നേറ്റപ്പോൾ വരുന്ന ശരീരം മഹത്വീകൃത ശരീരമാണ്. പക്ഷെ യേശു ക്രിസ്തു തന്റെ
5 മുറിവുകളിൽ സൂക്ഷിച്ചു, മുദ്രയിട്ട് സൂക്ഷിച്ചു. ഇതുപോലെ നമ്മൾ തന്നെയായിരിക്കും വരിക, നമ്മുടെ മഹത്വീകൃത ശരീരമായിരിക്കും. അപ്പോൾ ക്രിസ്തുവിന്റെ കൂടെ വന്ന് ഈ ആത്മാവ് ഈ ശരീരത്തിലേക്ക് കടന്നു ചെല്ലും. അങ്ങനെ നമ്മൾ ദൈവമക്കളാണ്. അവിടുന്ന് പ്രത്യക്ഷനാക്കുമ്പോൾ നാം അവിടുത്തെ പോലെയാണ്. ആ വലിയൊരു അവസ്ഥയിലേക്ക് നമ്മൾ മാറാൻ പോകുന്നു. മാലാഖമാരൊക്കെ നമ്മുടെ സേവകാത്മാക്കളാ, നമ്മൾ ദൈവമക്കളായിട്ട് ഇങ്ങനെ നിൽക്കും. അതാണ് സ്വർഗം, അതാണ് അന്ത്യവിധി. അപ്പൊ അന്ത്യവിധി നല്ലതോ പൊട്ടയോ? നല്ലതാണ്. ലോകാവസാനത്തോട് നമ്മൾ പ്രാർത്ഥിക്കണം, ആമേൻ കർത്താവേ വേഗം വരണേ. അതിന് വെളിപാടിന്റെ അവസാനം അല്ലേ, ആമേൻ കർത്താവേ വേഗം വരണേ. വലിയ കാര്യമാണെന്ന്. ഇവിടെ ആൾക്കാർ പേടിപ്പിക്കുക, ലോകാവസാനം വരുന്നു ഓടി രക്ഷപ്പെട്ടോ. അല്ലെന്ന്, ഇത് നമുക്ക് ആവശ്യമായ കാര്യമാണ്. നമ്മളത് വലിയ സന്തോഷത്തിൽ കാത്തിരിക്കണം. ആമേൻ കർത്താവേ വേഗം വരണേ. നമ്മൾ സർവാധിപനം കർത്താവ് എന്ന് പറയുന്നില്ലേ, അവിടുന്ന് നമ്മുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നതിനും ആത്മാക്കളെ രക്ഷിക്കുന്നതിനുമാകുന്നുവല്ലോ. ആത്മാക്കളെ ഇപ്പൊ രക്ഷിക്കും ഈ സ്പോട്ടില്. ശരീരങ്ങൾ ഉയർപ്പ് അപ്പോഴേ നടക്കൂ. ആ സമയം ശുദ്ധീകരണ സ്ഥലം ഇല്ല, കഴിഞ്ഞു. ആവശ്യമില്ല, എല്ലാവരും സ്വർഗത്തിൽ പോവുക, അല്ലെങ്കിൽ നരകത്തേക്ക് പോവുക. അപ്പൊ ഈ ശരീരങ്ങൾ ഉയർക്കുമ്പോൾ ഈ ശരീരങ്ങള് നരകത്തിന്റെ അവസ്ഥയിൽ, നരകത്തിൽ വസിക്കുന്ന ആത്മാക്കൾക്കുള്ള ശരീരമാണ് നിൽക്കുക. ആ ശരീരത്തിന് ഉപദേശം ഉണ്ടാകും. പിന്നെ അക്ഷയത്തിന് നശിക്കില്ല, പക്ഷെ വേദന അറിയുന്ന ശരീരമായിരിക്കും. ഈ ആത്മാവ് ഒരേ സമയം വേദനിച്ചുകൊണ്ടിരിക്കും. ഈ ആത്മാവ് ഈ ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ നമ്മൾ ഇവരായിട്ട് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വേദന കുറച്ച് കഴിഞ്ഞ് മാറില്ലേ? പക്ഷെ നരകത്തിൽ പോകുന്ന ശരീരത്തിൽ പോയി അടിയടിച്ചിട്ടുണ്ടെങ്കിൽ ഈ വേദന നിത്യമായി നിലനിൽക്കും, വേദനിച്ചുകൊണ്ടേയിരിക്കും. വീണ്ടും വീണ്ടും വേദനകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, വേദനകൾ തുടർന്നുകൊണ്ടേയിരിക്കും. വലിയ നാരകീയ പീഡനായിരിക്കും. അത് ശരീരത്തിന്റെ പ്രത്യേകത, നിത്യമായി നിൽക്കുന്ന വേദനയായിരിക്കും. അതാണ് നരകത്തിൽ അനുഭവിക്കുന്ന വേദന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഇതാണ് നരകത്തിന്റെ അവസ്ഥ. അപ്പൊ ഉയർപ്പിക്കപ്പെടുന്ന അവസ്ഥയില് ദൈവരാജ്യം പുനഃസ്ഥാപിക്കപ്പെടും. ചിലർ വിചാരം ഈ ഭൂമിയിലെ ഈ പ്രകൃതിയൊക്കെ നശിച്ചു പോകുന്ന ചിലർ വിചാരം ഭൂമിയൊക്കെ ഇല്ലാതെയാവുന്നതാണ്. അല്ല, ഭൂമി ദൈവം സൃഷ്ടിച്ചതല്ലേ, അത് അമർത്യമായി തീരെ ചെയ്യാൻ പുതുതാക്കപ്പെടും. അതിന് പറയുന്ന പേരാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. ഇതൊക്കെ സ്വർഗമായി മാറുന്നു. ശരിക്കും പറഞ്ഞാൽ ഭൂമിയും ഈ കാണുന്ന നശ്വരമായതൊക്കെ സ്വർഗമായി മാറും. പുതിയ ആകാശം പുതിയ ഭൂമി ഇങ്ങനെ നവീകരിക്കപ്പെടും. നമ്മൾ നവീകരിക്കപ്പെടുന്ന പോലെ ഇതിനി നവീകരിക്കും ദൈവം, അതിന്റെ പൂർണ്ണതയിലെത്തിക്കും. അപ്പൊ ദൈവം എന്താണ് വിഭാവനം ചെയ്ത അതേ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടായിരിക്കും. അതിന്റെ സമയമാണത്. കാരണം ക്രിസ്തു രക്ഷ പൂർത്തീകരിച്ചു. എപ്പോഴും വേണമെങ്കിലും അത് വരാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 19 മുതൽ തിരുവചനത്തിൽ അത് പറയുന്നുണ്ട്. എന്താ പറയുന്നത്? സൃഷ്ടപ്രപഞ്ചം ദൈവമക്കളെ വെളിപ്പെടുത്തൽ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. അത് വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു. എന്തിനാ ഭൂമിയിലെ സൃഷ്ടപ്രപഞ്ചം? ഒരു ചെടി ഉണ്ടാകുന്നു, അത് കുറെ കാലം ജീവിക്കുന്നു, അത് പിന്നെ ഉണങ്ങിപ്പോകുന്നു. ഒരു മൃഗങ്ങൾ വരുന്നു, ജീവിക്കുന്നു, അത് കഴിഞ്ഞാൽ പിന്നെ അതിനെ വേറെ തിന്നുന്നു. എന്തിനോ വേണ്ടി വ്യർത്ഥതയ്ക്ക് അടിമപ്പെട്ടിരിക്കുന്നു അല്ലേ? സ്വന്തം ഇഷ്ടത്താലല്ല, പ്രത്യാശ കൊടുത്തത് അധീനമാക്കിയവന്റെ അഭീഷ്ടപ്രകാരം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതമാകുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും. ഈ സൃഷ്ടപ്രപഞ്ചം ആമയും മൊയിലും സിംഹവും പുലിയൊക്കെ ഇപ്പൊ ഇങ്ങനെ വ്യർത്ഥമായിട്ട് ജീവിക്കുന്നുണ്ടെങ്കിലും ദൈവമക്കളുടെ ആ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രാപിക്കും. ആ ജീർണതയിൽ നിന്ന് അടിമത്തിൽ നിന്ന് മോചനം പ്രാപിക്കും. സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നു. നമുക്കറിയാം എല്ലാ സൃഷ്ടി എന്തിനു വേണ്ടി ഇങ്ങനെ നെടുവീർപ്പിടാൻ. സൃഷ്ടി മാത്രമല്ല, ആത്മാവിന്റെ ആദ്യഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളിൽ വീണ്ടെടുപ്പാകുന്ന പുത്രത്തെ ലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു. നമ്മുടെ ശരീരങ്ങൾ ഉയർക്കണം അല്ലേ? ഈ പ്രത്യാശകളാണ് നാം രക്ഷ പ്രാപിക്കുന്നത്. കണ്ടു കഴിഞ്ഞ പിന്നെ പ്രത്യാശയല്ല. താൻ കാണുന്നതിന് ഒരുവൻ എന്തിനു പ്രത്യാശിക്കണം? അപ്പോൾ ഈ പ്രകൃതിയുടെ ഈ ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും എന്ന് പറയുന്ന ഒരു മാറ്റത്തിലേക്ക് ചിലരൊക്കെ ഭൂമി അനുഭവപ്പെട്ട് നശിപ്പിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെയല്ല, ഇതൊക്കെ നവീകരിക്കപ്പെടും, വിശുദ്ധീകരിക്കപ്പെടും, പുതുതാക്കപ്പെടും. ദൈവമുണ്ടാക്കിയ ഭൂമിയും ലോകമൊക്കെ അതൊക്കെ മനോഹരമാക്കി മാറ്റും. അതുകൊണ്ടാണ് മാർപ്പാപ്പ ലൗദത്തോ സി എന്ന് പറയുന്ന ഒരു ചാക്രിക ലേഖനം എഴുതിയത്. ഇതൊന്നും നശിക്കാനുള്ളതല്ല, സൂക്ഷിക്കണേ. ഈ പ്രകൃതി അടുത്ത തലമുറയ്ക്ക് വേണ്ടി സൂക്ഷിക്കണേ. ഈ പ്രകൃതിയൊക്കെ അതിന്റെ വളരെ ഭംഗിയായി സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഒരു ക്രിസ്ത്യാനിക്കുണ്ട്.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു മാറ്റം സംഭവിക്കും അവസാന നാളിൽ. സ്വർഗവും നരകവും ഉണ്ടാവും, നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിക്കപ്പെടും. ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ലോകസാരത്തിലുണ്ടാവുന്ന കാര്യം. യേശു ക്രിസ്തു രണ്ടാമത് വരും. വിശ്വാസർമ്മ തെറ്റി പറയുന്ന കാര്യം, ക്രിസ്തുവിന്റെ രണ്ടാം വരവ് ഉണ്ടായിരിക്കും. അവിടെ ആത്മാക്കളെ വിവേചിച്ച് ശരീരങ്ങളെ വിവേചിച്ച് സ്വർഗവും നരകത്തിലേക്കും പോകും. ഇതുവരെ നാം ചെയ്തു പോയ പാപങ്ങൾ ആരും അറിയുന്നില്ല, രഹസ്യത്തിലാണേ. നമ്മൾ മരിച്ചിട്ട് തനത് വിധിയിൽ നമ്മളും ദൈവവും മാത്രമേ ബന്ധറിയുള്ളേ. അന്ത്യവിധിയിൽ ഇതെല്ലാവരും കാണും. നമ്മൾ ചെയ്തു പോയ എല്ലാ പാപങ്ങളും ഇന്നതാണെന്ന് എല്ലാവർക്കും കാര്യം മനസ്സിലാവും. അതാണ് അന്ത്യവിധിയുടെ മറ്റൊരു പ്രത്യേകത. എല്ലാവർക്കും പബ്ലിക്കായിട്ട് അഞ്ചെടുക്കും. ഇതുവരെ നമ്മൾ രഹസ്യത്തിലാണ്. അന്ത്യവിധി വരെയും നമ്മളും ദൈവം നമ്മളെ അറിയുള്ളൂ. അന്ത്യവിധി പബ്ലിക്കായിട്ട് എല്ലാം കാണും. പക്ഷെ ചില ഭാഗങ്ങളൊക്കെ ആ സ്ക്രീനിൽ നിന്ന് ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അത് ഏത് ഭാഗങ്ങളാ? നമ്മൾ കുമ്പസാരിച്ചതൊക്കെ ഡിലീറ്റ് ആയി പോയിട്ടുണ്ടാവും. അതാണ് കർത്താവ് മറന്നുപോയത്, കർത്താവ് വായിച്ചു കളഞ്ഞ ഭാഗങ്ങൾ അതൊക്കെ. അതാണ് നമ്മുടെ ഒരു കുമ്പസാരത്തിന്റെ ഒരു ശക്തി. ഇല്ലെങ്കിൽ നമ്മുടെ ചെയ്തൊക്കെ നാട്ടുകാരറിഞ്ഞ എന്താ അവസ്ഥയില്ലേ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് നമ്മുടെ കാത്തലിക് ഫെയ്ത്ത്. മനസ്സിലായല്ലോ? ഇനി ഇതിനെതിരെ ഉള്ള മറ്റ് ഫെയ്ത്തുകൾ ഞാനൊക്കെ പറഞ്ഞു. ബോധമില്ലാത്ത അവസ്ഥയെ പറ്റി ചിന്തിക്കുന്നവർ, കാൽവിനിസം, പെന്തക്കോസ്തുകാർ ചിന്തിക്കുന്നത് മരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാൻ പറഞ്ഞു. സോറി, യേശു ക്രിസ്തുവിന് മുമ്പ് വരെ എങ്ങനെയായിരുന്നു അതുകൊണ്ട് നമ്മൾ അറിഞ്ഞാലേ നമുക്ക് മനസ്സിലാവുള്ളൂ. യേശു ക്രിസ്തുവിന് മുമ്പ് വരെ മരിച്ചുപോയ ആത്മാക്കൾ സ്വർഗ്ഗത്തേക്ക് പ്രവേശിക്കില്ല. ശരീരം മണ്ണിലായി പോകും. ഈ ആത്മാക്കൾ എന്ത് ചെയ്യും? പാതാളത്തിൽ സൂക്ഷിച്ചു. യേശു കുരിശിൽ മരിച്ചു കഴിഞ്ഞപ്പോൾ പാതാളത്തിലേക്ക് ഈശോ ഇറങ്ങി വന്ന് ഈ ആത്മാക്കളെല്ലാം സ്വതന്ത്രമാക്കി. പാതാളത്തിൽ ബന്ധനസ്ഥരായ ആത്മാക്കളെ സൂക്ഷിക്കാൻ പ്രസംഗിച്ചു. അവർ സ്വതന്ത്രം. ഇതോട് പാതാളം കഴിഞ്ഞു, പാതാളം പൂട്ടി, ഇനി പാതാളമില്ല. ഈ വചനം വായിച്ചിട്ട് ചില ആൾക്കാർ ഇപ്പൊ നരകത്തിൽ നിന്ന് ആത്മാക്കളെടുത്ത് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്, അല്ലേ? ചില സെക്ടുകൾ അങ്ങനെയാ, നരകത്തിലുള്ള ആത്മാക്കളെ സ്വർഗ്ഗത്തിലേക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ നടപ്പില്ല. പാതാളം കഴിഞ്ഞു, പാതാളത്തിൽ കൂട്ടി. ഇപ്പോ നരകത്തിൽ നിന്ന് ഒരാളിനും പിടിച്ച് സ്വർഗ്ഗത്തേക്ക് വരാൻ നമുക്ക് ആർക്കും അധികാരം തന്നിട്ടില്ല. കർത്താവ് അത് നരകത്തിൽ കിടക്കണവർക്ക് അവരുടെ ആഗ്രഹം അവരെ കിടക്കാനാണ്. അവർക്ക് സ്വർഗത്തിൽ വന്നു കഴിഞ്ഞാൽ അതിന് വേദനയാ. ദൈവത്തിന് അത്രയും വിഷമം അവർക്ക്. നരകാണ് അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം. അതിന് പ്രത്യേകത. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് പാതാളം. അതാണ് അബ്രാഹത്തിന്റെ മടി. ധനവാനി ലാസറിന്റെ മുമ്പിൽ പറയുന്ന അബ്രാഹത്തിന്റെ മടി എന്ന് പറയുന്ന അവസ്ഥ അതാണ്. അബ്രാഹത്തിന്റെ മടി എന്ന് പറയാൻ കാരണം ഈ പാതാളത്തെ പറ്റി പറയുന്ന കാര്യമാണ്. യേശു പറയാണ് വലത് വശത്തെ കള്ളനോട്, നീ ഇന്നതിനോടുകൂടെ പർദീസയിലായിരിക്കും. ഏതീ പർദീസ? ജീവന്റെ വൃക്ഷം എവിടെയുണ്ടോ അതിനെ പറയുന്ന പേരാണ് പർദീസ. ഏതോട്ടത്തിൽ എന്താണുള്ളത്? ജീവന്റെ വൃക്ഷം. അതൊന്ന് പുറത്താക്കുമ്പോഴാണ് പർദീസ എന്ന് പുറത്താക്കല്. ജീവൻ വൃക്ഷം ഇപ്പൊ എവിടെയുണ്ട്? യേശു ക്രിസ്തു കുരിശിൽ തൂങ്ങി മരിച്ചപ്പോൾ അതാണ് ജീവന്റെ വൃക്ഷം. അതിന്റെ അപ്പം ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, നിത്യം ജീവിക്കും. യേശുവാണ് ജീവന വൃക്ഷം. യേശു എവിടെയുണ്ടോ അവിടെയാണ് പർദീസ. ഇന്ന് നീ എന്നോട് പർദീസയിലായിരിക്കും പറഞ്ഞാൽ യേശു പാതാളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഈ നല്ല കള്ളൻ അവിടേക്ക് വരുമ്പോൾ അത് പർദീസയായി. യേശു സഭയിൽ വിശുദ്ധ കുർബാനയിൽ നിൽക്കുമ്പോൾ ജീവന്റെ വൃക്ഷം യേശു ക്രിസ്തുവാണ്. സഭ പർദീസയാണ്. വിശുദ്ധ കുർബാനയിൽ ഈശോ കടന്നു വരുമ്പോൾ പർദീസയാണ്, ജീവന്റെ വൃക്ഷമാണ് അവിടെ നിൽക്കുന്നത്. യേശു ക്രിസ്തുവിന്റെ കുരിശ് ദിവ്യകാരന്റെ ആരാധന വെക്കുമ്പോൾ അത് കുരിശാണ് നാട്ടുന്നത്, ജീവന്റെ വൃക്ഷം. അതിന്റെ അപ്പം ഭക്ഷിക്കുന്ന മരിക്കില്ല, നിത്യം ജീവിക്കും. അമർത്തിതര പഴം. പാപം ചെയ്തിട്ട് ജീവന വൃക്ഷത്തിന്റെ പഴം ഭക്ഷിച്ചാൽ ആരെ പോലെയാകും? പിശാചിനെ പോലെയാകും. അതുകൊണ്ടാണ് പാപം ചെയ്തിട്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ പാടില്ലെന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പെന്തക്കോസ്തുകാർ വിചാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇന്നത്തെ തിയോളജി അവരുടെ മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് പർദീസ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു സ്ഥലമുണ്ട് സ്വർഗത്തിൽ, ആ പർദീസയിൽ കൊണ്ടുപോയി വയ്ക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്നിട്ട് അന്ത്യകാലത്ത് യേശു വന്നിട്ട് ആത്മാവിനെ കൊണ്ടുവരും. അപ്പൊ യേശുവിനല്ല, ഈ ആത്മാവ് പർദീസയിൽ ഇങ്ങനെ കാത്തിരിക്കുകയാണ്, ഉറങ്ങുകയാണ്. പർദീസയിൽ ഉറങ്ങുകയാണ്. ഇതാണ് പെന്തക്കോസ്തുകാരുടെ ഫെയ്ത്ത്. അവരങ്ങനെ പറയുന്നു, പർദീസയിൽ ഉറങ്ങുന്നു. പക്ഷെ ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബൈബിൾ ഇങ്ങനെ ഉദ്ദേശിക്കുന്നു.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം പറയണമായിരുന്നല്ലോ. ഇനി അടുത്തത് യഹോവസാക്ഷി. അവരുടെ ഫെയ്ത്ത് എങ്ങനെയാ? അവരുടെ ഫെയ്ത്ത് അനുസരിച്ചിട്ട് നരകമില്ല, ആത്മാക്കള് നിദ്ര പ്രാപിക്കുക തന്നെയാണ്. പക്ഷെ മെഴുകുതിരിയുടെ തീനാളം കെട്ടുപോണ പോലെ നരകമില്ല. അമേരിക്കയിൽ ഇത് ഉത്ഭവിച്ചത് ഈ യഹോവസാക്ഷികളെ. അപ്പൊ അവർക്ക് നരകം എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. അതിന് സുഖം മാത്രമേ ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് നരകമില്ല എന്ന് വിശ്വസിക്കുന്ന വിഭാഗമാണ് യഹോവസാക്ഷി. അതിന്റെ പ്രത്യേകത. പ്രൈസ് ദി ലോർഡ്. പിന്നീട് നമുക്ക് മറ്റു സഭയെ പറ്റി പറയുമ്പോൾ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. മോശയും അബ്രാഹത്തിന്റെ മടി എന്ന് പറയുന്ന പറുദീസയാണ്, അല്ല സോറി, പാതാളാണ്. മോശയും ഏലിയായും സ്വർഗത്തിലേക്ക് പോയി എന്ന് ബൈബിളിൽ കാണാം. ആ സ്വർഗത്തിൽ പോയി എന്ന് പറയുമ്പോൾ അവര് എത്രത്തോളം ദൈവസന്നിധിയിൽ എത്തി എന്ന് അറിഞ്ഞോടാ. അതിനൊരു ഏഴാം സ്വർഗം എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ പറയും. അതിനൊരു ഡെഫിനേഷൻ ഉണ്ട്. പക്ഷെ അവരെ മോശ മരിച്ചതിന് ശേഷം യൂദായുടെ ലേഖനത്തിൽ പറയുന്നുണ്ട് ശരീരത്തെടുത്ത് കൊണ്ടുപോയി ദൂതന്മാർ. ഏലിയ ശരീരത്തോടു കൂടെ ഉടലോടെ എടുക്കപ്പെട്ടു. ഹെനോക്കിനെ കാണാനില്ല, ദൈവം അവനെ എടുത്തു. മറിയം ഇതുപോലെ തന്നെയാണ് സ്വർഗാരോഹണം ചെയ്തത്. ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇനി മൂന്നാം സ്വർഗം വരെ ഉയർത്തിയത് ബൈബിളിൽ കാണാൻ ചില സന്ദർഭങ്ങളിൽ. മൂന്നാം സ്വർഗം അത് യഹൂദന്മാരുടെ കൺസെപ്റ്റാണ്. യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം ഭൂമിക്ക് ഏറ്റവും അടിയിൽ നരകം, ഭൂമിയുടെ മണ്ണിൻ്റെ അടിയിൽ പാതാളം, ഭൂമിയിൽ മനുഷ്യൻ നിൽക്കുന്നു. ഇനി 3 ലോകമായില്ലേ, ഈ 3 ലോകം മുകളിലോട്ട് ഈ കിളികൾ പറക്കുന്ന സ്ഥലം ഒന്നാം സ്വർഗം. അതിന് മുകളിലുള്ള സ്ഥലം ഏത്? സൂര്യനും ചന്ദ്രനും നക്ഷത്രവും നിൽക്കുന്ന സ്ഥലം രണ്ടാം സ്വർഗം. അതിനു മീതെ ദൈവം വസിക്കുന്ന സ്ഥലം, ദൈവവും മാലാഖമാരൊക്കെ നിൽക്കുന്ന സ്ഥലം മൂന്നാം സ്വർഗം. പൗലോസിനൊക്കെ മൂന്നാം സ്വർഗം വരെ ഉയർത്തി എന്ന് കാണുന്നു എന്ന് പറയുമ്പോൾ സ്വർഗത്തിൽ പോയി എന്ന ദർശനം കണ്ടു എന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബൈബിളിൽ മൂന്നാം സ്വർഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. പാതാളം എന്ന് പറയുന്നത് അവരുടെ വിചാരം അടിയിലെ കടല്. യേശു എത്തുന്ന സ്വർഗീയ അനുഭവത്തിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല, സ്വർഗത്തിലെത്തിയിട്ടുണ്ടാവും. ആ സ്വർഗത്തിന്റെ ഒരു ഇത് പറയുന്നുണ്ട്. ഇതേപോലെ തന്നെ അവരുടെ ഫെയ്ത്ത് അനുസരിച്ചിട്ട് കർത്താവിന് അറിയാം എത്ര നമുക്ക് പറയാൻ പറ്റും. ഹല്ലേലൂയ. അപ്പൊ ഇതാണ് ഇതിന്റെ അവസ്ഥ. അപ്പൊ നമ്മൾ സ്വർഗത്തിൽ എത്തുമ്പോൾ തന്നെ ദൈവത്തോട് ചേർന്നിരിക്കുന്നത് എപ്പോഴും യേശുവും പരിശുദ്ധ അമ്മയും അതുപോലെ അപ്പസ്തലന്മാരൊക്കെ ഏറ്റവും ചേർന്നിരിക്കുകയാണ്. നമ്മൾ ക്രിസ്തുവിൽ ദൈവത്തിൽ നമ്മളും ഒന്നായിരിക്കും. നമുക്ക് അത്രയും നല്ലൊരു അനുഭവം കിട്ടും. അത്ര പറഞ്ഞാൽ മതി. സംതൃപ്തി നമുക്കുണ്ടാവും, ദൈവിക സംതൃപ്തി, സ്വർഗീയ സംതൃപ്തി. ഹല്ലേലൂയ. ഇനി നമ്മൾ ഈ മൂന്നാം സ്വർഗത്തെ പറ്റി പറയാനാണ് ഞാൻ ആലോചിച്ചത്, ഞാൻ പറഞ്ഞു. ഇനി അടുത്തത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമെങ്കിൽ ലോകാവസാനത്തെ കുറിച്ചുള്ള കിംവദന്തികളാണ്. ലോകാവസാനം എന്താന്ന് നമ്മൾ പഠിച്ചല്ലോ. എപ്പോ വരും ലോകാവസാനം? നമുക്കത് അറിഞ്ഞുകൂടാ. ദൈവം അത് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. ആ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ മരണം നമ്മെ അറിയിച്ചാൽ നമുക്ക് എങ്ങനെയിരിക്കും? നമ്മുടെ കാര്യം പോകാം അല്ലേ? കർത്താവിന്റെ മരണം അറിയാം. അത് കാരണം ഗെത്സമനി നടന്ന് രക്തം വിയർത്തു. അപ്പൊ നമ്മുടെ മരണം എന്താണെന്ന് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞാൽ നമ്മൾ കൗൺസിലേഴ്സിനോട് പറയും, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിയുടെ മരണം എന്താണെന്ന് അറിഞ്ഞാൽ പോലും അത് വെളിപ്പെടുത്തി കൊടുക്കരുത്. ആ മനുഷ്യന്റെ സ്ഥിതി എന്തായിരിക്കും? പിന്നെ മരണം, വിവാഹം, മോഷണം, ഇത് 3 വെളിപ്പെടുത്തി കൊടുക്കരുതെന്നാണ് കൗൺസിലേഴ്സിന് പറയാൻ. അറിഞ്ഞാൽ പോലും വെളിപ്പെടുത്തി കൊടുക്കാൻ പാടില്ല. മോഷ്ടിച്ചത് ഇന്ന ആളാണെന്നും എന്നുള്ള കാര്യം പറയാൻ പാടില്ലെന്നാണ്. കാരണം ആ വ്യക്തിയുടെ മേലാണ് കുറ്റാരോപണം പറഞ്ഞാലുണ്ട്. അപ്പൊ ഇത് ഇങ്ങനൊരു വെളിപ്പെട്ട് കിട്ടിയാൽ പോലും പറയരുതെന്നാണ് പറയാം. അപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ലോകാവസാനം കർത്താവ് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ എളുപ്പമല്ല. അതാണ് അതിന്റെ പ്രത്യേകത. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈശോ അതുകൊണ്ട് പറയുന്നത്, ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ട് ഈശോട്, എപ്പോഴാണ് ലോകാവസാനം ചോദിക്കുന്നുണ്ട്. നീ രാജ്യസഭയിൽ ഇപ്പോഴാണോ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. അത് പിതാവിനും അതൊരു പുത്രന് പോലും അറിയില്ല എന്ന് പറയുമ്പോൾ പുത്രൻ അറിയാത്തത് കൊണ്ടല്ല, പുത്രൻ പറയാൻ ഉദ്ദേശിക്കാത്തത് കൊണ്ടാണ്. CCTV പ്രത്യേകം പഠിപ്പിക്കുന്നുണ്ട്.
ഇനി നിങ്ങൾ അറിയേണ്ട കാര്യമില്ല, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് പറഞ്ഞതിനർത്ഥം. പുത്രന് പോലും അറിയില്ല എന്നാണ് പറയുന്നതെങ്കിലും രണ്ടുപേർക്ക് ഒരു വില്ലേ ഉള്ളൂ. പിതാവിനും പുത്രനും വിശുദ്ധ ഒറ്റ വില്ല ഉള്ളത്. പിതാവ് പറയുന്നത് എന്തോ അതൊക്കെ പുത്രനെ അറിയുന്നത്, കാരണം ഒറ്റ വില്ലേ ഉള്ളൂ. പക്ഷെ പുത്രൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ചുരുക്കി പറഞ്ഞ അർത്ഥം. ദൈവത്തിന്റെ കാര്യമായിട്ടിരിക്കട്ടെ എന്ന രീതിയിലാണ് പറയുന്നത്. അപ്പൊ ഇത് വെളിപ്പെടുത്തി തരികയില്ല. അപ്പൊ ആര് തന്നെ ഇത് അവിടെ അടയാളമുണ്ട്, ഇവിടെ അടയാളമുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ലോകാവസാനം എപ്പോ ആണെന്നുള്ള കാര്യം നമ്മൾ ദൈവത്തിന് അറിയുള്ളൂ. പക്ഷെ അതിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ശരീരം ഉയർപ്പിക്കപ്പെടുന്ന വലിയ സമയമാണത്. നമ്മളതിന് വെൽക്കം ചെയ്യാൻ വേണ്ടത്, ഇത് പേടിപ്പെടുത്തണം. ഇതിനുള്ള കാരണം ഇന്ന് പെന്തക്കോസ്ത് ഓണത്തിൽ ഉള്ള ഒരു വിശ്വാസമാണ്. അവർ മാത്രമല്ല, ചില യഹോദാക്കളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. ആ വിശ്വാസ പ്രകാരമാണ് അതിപ്രകാരമാണ് യേശു വാനമേഘങ്ങളിൽ വരുമ്പോൾ വിശുദ്ധന്മാർ കൂടെ ഉണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധന്മാരൊക്കെ എവിടെയാണ്? ഉറങ്ങാണ്, നിദ്രയിലാണ്, അല്ലെങ്കിൽ ഇവിടെ ഇല്ല. യേശുവിൻ്റെ കൂടെ ആരുമില്ല. യേശു വരുമ്പോൾ അവർ കൂടെ ഉണ്ടാവും വേണം. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെങ്കിൽ അവരെന്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യേശു ക്രിസ്തു അവർ വിശ്വാസത്താനെ വാനമേഘങ്ങളിൽ വരും പറയുന്നുണ്ടല്ലോ. മേഘങ്ങളിൽ വരും, ഇങ്ങോട്ട് വരില്ല, അവിടെ നിൽക്കുള്ളൂ. അത് നിന്നതിന് ശേഷം എന്ത് ചെയ്യും? ഓരോരുത്തരായി ഭൂമിയിൽ നിന്ന് എടുക്കും. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യും? യേശു ക്രിസ്തു വാനമേഘങ്ങളിൽ അവരെ നിർത്തിയിട്ട് കല്യാണം കഴിക്കും. കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് എല്ലാവരും വന്നില്ലേ, അപ്പൊ യേശുവിൻ്റെ അടുത്ത് അവരെ സഭയിലത്തെ ആൾക്കാരെ എടുക്കുള്ളൂ. അത് എടുക്കുമ്പോൾ സംഭവിക്കും, അപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യാന്ന് കരുതുക. ഹെലികോപ്റ്ററിൽ വിമാനം ഓടിക്കുന്ന പൈലറ്റ് ഒരു പെന്തക്കോസ്തുകാരൻ സഭയിലത്തെ അംഗമാണ്. അങ്ങനെയെങ്കിൽ അവർ വേറൊരു പൈലറ്റിനെ കൂടെ വയ്ക്കും, സഭയിൽ അംഗമല്ലാത്തൊരു വ്യക്തിന്. കാരണം വാനമേഘങ്ങളിലേക്ക് പോകുമ്പോൾ വിമാനത്തിൽ വെച്ചിട്ട് ആ പൈലറ്റിനെ എങ്ങാനും യേശു ക്രിസ്തു എടുത്താലോ മറ്റേ പൈലറ്റ് വണ്ടി ഓടിച്ച് തിരിച്ചെത്തിക്കണം. അതുകൊണ്ടാണ് അത് ശരിക്കും ഉണ്ടായ സംഭവമാണ്. വിമാന കമ്പനിക്കാരൻ പെന്തക്കോസ്തുകാരനായിരുന്നു, ആൾ ചെയ്ത പരിപാടിയാണ് അമേരിക്കയിൽ. ഇങ്ങനൊരു ഫെയ്ത്ത് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ഇങ്ങനെ എടുക്കപ്പെടും, ഒരുവൻ അവശേഷിക്കും മറ്റവൻ എടുക്കപ്പെടുന്ന ബൈബിളിലുണ്ടല്ലോ. ആ വചനം വെച്ച് അവർ വ്യാഖ്യാനിച്ചുകൊണ്ട് അവരെ എടുക്കുകയാണ്. അങ്ങനെ എടുത്തിട്ട് വാനമേഘങ്ങളിൽ സ്ഥിതി ചെയ്യും. അങ്ങനെ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ എല്ലാ സഭയിൽ അവരുടെ സഭയത്തെ ആൾക്കാരെ ഒക്കെ എടുത്ത് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യുക? ഇവിടെ യഹൂദന്മാര് ദേവാലയം പണിയും. ആ ദേവാലയം പണിയുന്ന സമയത്ത് ഇവിടെ മറ്റുള്ളവർ അവരെ ആക്രമിക്കും. ബാബിലോണാണ് ഈ ആക്രമിക്കുന്നത്. ഈ ബാബിലോൺ ആക്രമണം എന്ന് പറയുന്നത് അവരുടെ മനസ്സനുസരിച്ച് ബാബിലോൺ ഇത്രയും കാലം കത്തോലിക്കരായിരുന്നു. മഹദിയാം ബാബിലോൺ, വെളിപാട് പുസ്തകത്തിൽ വായിക്കാനാണ് കേട്ടത്. ഇപ്പൊ കത്തോലിക്കരായിരുന്നു ഇത്രയും കാലം. മഹദിയാം ബാബിലോൺ, ഇസ്രായേൽക്കാരനെ ആക്രമിക്കാൻ വരുന്ന മഹദിയാം ബാബിലോൺ കത്തോലിക്കരായിരുന്നെങ്കിൽ ഇപ്പൊ ഒരു മാറ്റി പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ അത് മുസ്ലിങ്ങളാക്കിയിട്ടുണ്ട്. മഹദിയാം ബാബിലോൺ മുസ്ലിങ്ങളാണ്, ആക്രമിക്കാൻ വരും. അപ്പൊ ഈ ആക്രമിക്കാൻ വരുമ്പോൾ ഈ യഹൂദന്മാരെന്ത് ചെയ്യും? ആദ്യത്തെ 7 കൊല്ലം അന്തിക്രിസ്തുവാണ് വരുന്നത്. ആ 3.5 കൊല്ലം സുഖമായിട്ട് കുഴപ്പമില്ലാണ്ട് ലോകം മുഴുവൻ അയാളെ കീഴിലാക്കും. പിന്നെ 3.5 കൊല്ലം ആന്റി ക്രൈസ്റ്റ് ഭരിക്കാൻ ആരംഭിക്കും. അപ്പോൾ യഹൂദന്മാർക്ക് നന്നായി പീഡനം അനുഭവിക്കേണ്ടി വരും. പീഡനം അനുഭവിച്ചതിന് ശേഷം 3.5 കൊല്ലത്തിന് ശേഷം ഈ ആന്റി ക്രൈസ്റ്റിനെ, എതിർ ക്രിസ്തുവിനെ കൊല്ലാൻ വേണ്ടി യേശു ക്രിസ്തു മൂന്നാമത് വരും. 2ാമത് വാനമേഘങ്ങളിലുണ്ട്, 3ാമത് വരും. ആന്റി ക്രൈസ്റ്റിനെ കൊല്ലും. 1000 വർഷത്തെ ഭരണം ഇവിടെ നടപ്പിലാക്കും, ഭൂമി നടപ്പിലാക്കും. അപ്പൊ ഈ ആന്റി ക്രൈസ്റ്റിന്റെ കാലഘട്ടത്തില് പീഡനം അനുഭവിക്കും. അതിന് പറയുന്നതാണ് പ്രീ ട്രിബുലേഷൻ. ഈ 1000 കൊല്ലത്തെ ഭരണത്തിന് മുമ്പാണ് സഹനം. അത് നമ്മുടെ സഭയ്ക്കില്ല, സഭയ്ക്ക് മുകളിലാണ്, ഭൂമിയിലുള്ളവർക്കാണ് സഹനം എന്ന് പറയുന്നതാണ് പ്രീ ട്രിബുലേഷൻ എന്ന് പറയുന്ന ഒരു ദൈവവ്യവസ്ഥ. അല്ല, അത് നമ്മുടെ ഇവരുടെ വിശ്വാസങ്ങളാണ് പറയുന്നത്. കാരണം ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളിലോ യേശുവിൻ്റെ അടുത്ത് വിശുദ്ധരോ അവർക്കില്ല. ഇപ്പൊ കൊണ്ടുവരണ്ടേ? പിന്നെ വെളിപാട് പുസ്തകത്തിൽ വ്യാഖ്യാനിക്കുമ്പോൾ ഒരു വാക്യാർത്ഥത്തിൽ ഇങ്ങനെ വ്യാഖ്യാനിക്കും. ആ വ്യാഖ്യാനം വരുമ്പോൾ അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്യണ്ടേ? ആ ഫിറ്റ് ചെയ്യാൻ വേണ്ടി 1000 വർഷത്തെ ഭരണം പറയുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. 1000 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞ സംഭവം ഇവിടെ വരണത്. അപ്പൊ ഈ ഭരണം യേശു 1000 വർഷം ജെറുസലേം ദേവാലയം വെച്ച് രാജാവാടിനെ ഭരിക്കും. അപ്പോഴാണ് യഹൂദന്മാർ രക്ഷ എന്നാണ് വിശ്വസിക്കുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പിൽ 1000 വർഷത്തെ ഭരണം കഴിഞ്ഞാൽ പിന്നെ യേശു വീണ്ടും 4ാമത് വരും. എന്തിനാണ്? നമ്മൾ പറയുന്നത് പോലെ മരിച്ചുപോയി ശരീരങ്ങൾ ഉയർപ്പിക്കാൻ.
എന്നിട്ട് സ്വർഗ്ഗത്തിൽ കൊണ്ടുപോകാൻ. ഇപ്പം എത്ര പ്രാവശ്യം യേശു വരും? ഈ ഒരു വിശ്വാസമാണ് ഇന്ന് പെന്തക്കോസ്തുകാരുടെ ഇടയിലുള്ളത്. രണ്ട് വരവേ യേശു നമ്മെ ചൊല്ലുള്ളൂ അല്ലേ? യേശു 2 വരവ് വരും. ഒന്ന് ആത്മാവ് രക്ഷിക്കാൻ, 2 ശരീരത്തെ രക്ഷിക്കാൻ. 1-ാം വരവ് 2000 കൊല്ലം മുമ്പ് വന്നു, 2-ാം വരവ് അവസാനത്തെ വരവ് കഴിഞ്ഞു. പക്ഷെ പെന്തക്കോസ്തുകാർ ഇങ്ങനെയൊക്കെ വിശ്വസിക്കുന്നു. 3, 4, 5 പ്രാവശ്യം യേശു. പറഞ്ഞുതരാം. അത് പറഞ്ഞുതരാം. അപ്പൊ ഇങ്ങനെയാണ് അവരുടെ വിശ്വാസം കിടക്കുന്നത്, പെന്തക്കോസ്തുകാരുടെ വിശ്വാസം കിടക്കുന്നത്. അപ്പൊ ഇതാണ് ഇവർ 1000 വർഷത്തെ ഭരണമൊക്കെ വരുന്നത്. ഇനി എന്താണ് ഇതിന്റെ സംഭവം എന്നാണ് ചോദിക്കുന്നത്. ഇതിന്റെ വ്യാഖ്യാനം എന്താണ്? നമ്മുടെ സഭയുടെ വ്യാഖ്യാനം എന്താണ്? നമ്മുടെ സഭയുടെ വ്യാഖ്യാനം ജെറുസലേം ദേവാലയം പണിയുന്ന കാര്യമൊക്കെ ഇവർ പറയുന്നത് എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിലെ വചനങ്ങൾ എടുത്തുകൊണ്ടാണ് ജെറുസലേം ദേവാലയത്തിന്റെ പണി ഇപ്പോൾ ഇസ്രായേൽക്കാരുടെ ദേവാലയം പണിയാൻ ശ്രമിക്കുന്നത്. ഇസ്രായേൽക്കാരുടെ ദേവാലയം പണിയാതിരിക്കുന്നതിൽ ആയിക്കോട്ടെ, നമ്മെ സംബന്ധിച്ച വിഷയമുള്ള കാര്യമില്ല. പക്ഷെ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു ദേവാലയം പണിയണം. ദേവാലയം പണിയുമ്പോഴാണ് യേശു വരിക എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജെറുസലേം ദേവാലയം പണിയാൻ വേണ്ടിയുള്ള കാശ് പെന്തക്കോസ്തുകാർ പിരിച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്നാലേ യേശു രണ്ടാമത് അവരെ സഭ രക്ഷിക്കാൻ വരുള്ളൂ. അപ്പൊ യഹൂദന്മാരെ രക്ഷ അങ്ങനെയാണെന്ന് വിശ്വസിക്കുന്നു. പക്ഷേ പത്രോസ് തന്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ എന്താ, യഹൂദന്മാരോട് പറഞ്ഞ എന്താ, നിങ്ങൾ രക്ഷ പ്രാപിക്കണമെങ്കിൽ മാമോദിസ സ്വീകരിക്കണം, അനുദപിച്ച് പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, നിങ്ങൾക്കും രക്ഷ കിട്ടും. അതല്ലാതെ വേറൊരു വഴി യഹൂദന്മാരോട് പത്രോസിലേക്ക് പറഞ്ഞിട്ടില്ല. ദേവാലയം പണിയുന്നോ, ചുവന്ന പശു വരുമെന്നോ, ഇങ്ങനെ അറക്കപ്പെടുമെന്നോ, യാഗം അർപ്പിക്കപ്പെടണമെന്നോ, വീണ്ടും ബലി അർപ്പിക്കപ്പെടണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്തിനാണ് യേശു കുരിശിൽ മരിച്ചത്? മനസ്സിലായോ അതിന്റെ പോയിന്റ് ഏതാ? ഇനി എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത് പൂർത്തീകരിക്കപ്പെടുന്നുണ്ട്. യേശുവിന്റെ കാലത്ത് ദേവാലയം പണിതില്ലേ? അതിനു മുമ്പുള്ള എസെക്കിയേൽ പ്രവാചകൻ എഴുതി വെച്ചിട്ടുള്ളത്. ദാനിയേൽ പ്രവാചകനെ ആ ഒരു വെളിപാട് കിട്ടുന്നുണ്ട്. ദാനിയേൽ പ്രവാചകൻ പറയുന്നുണ്ട്, ഇതിനെ പറ്റി പറയുന്നുണ്ട്, 770 ആഴ്ചവട്ടം ഇത് സംഭവിക്കും. 770 വർഷം. 770 വർഷം. എന്താ 770 വർഷം? ദാനിയേൽ പ്രവാചകൻ അവിടെ തൊട്ട് ഒരു ദർശനം കാണുന്നത്, രാജാവ് കാണുന്നതാണ്, നെബൂഖദ്നേസർ രാജാവ് കാണുന്നത്. തല സ്വർണം കൊണ്ട്, നെഞ്ച് വെള്ളി കൊണ്ട്, അര ഓടുകൊണ്ട്, കാല് വെള്ളി കൊണ്ട്, ഓടുകൊണ്ട്, അടിഭാഗത്ത് കളിമണ്ണ് കൊണ്ട്. അപ്പോൾ ദാനിയേൽ പറയുന്നത് ഇത് 4 സാമ്രാജ്യങ്ങളാ. ഒന്നാമത്തെ സ്വർണം കൊണ്ട് അത് നീ തന്നെയാ, ബാബിലോൺ. രണ്ടാമത് വെള്ളി കൊണ്ട് പേർഷ്യൻ സാമ്രാജ്യമാണ്. മൂന്നാമത് ഇരുമ്പ് കൊണ്ട്, അതാണ് ഗ്രീക്ക് സാമ്രാജ്യം. പിന്നെ ഓടുകൊണ്ട്, അത് ഗ്രീക്ക് സാമ്രാജ്യം. പിന്നെ ഇരുമ്പ് കൊണ്ടും കളിമണ്ണ് കൊണ്ടും അത് റോമ സാമ്രാജ്യം. കളിമണ്ണ് എന്ന് പറയുമ്പോൾ ജനാധിപത്യം ഉദ്ദേശിക്കുന്നത്. എവിടെ ഒരു കല്ല് വന്നു, അത് യേശു ക്രിസ്തു. കാലിൽ വന്നടിച്ചു, റോമ സാമ്രാജ്യത്തിൽ വന്ന് പതിച്ചു. പിന്നെ അവിടെ നിന്ന് അത് നിബന്ധിച്ചു. പിന്നെ അതൊരു പർവ്വതമായി മാറി. ഇതാണ് പ്രവചനം. അതാണ് യേശു ക്രിസ്തു എന്ന് നിബന്ധിച്ച് റോമൻ സാമ്രാജ്യത്തിന്റെ പിന്നെ അവസാനം തുടർച്ച എന്താണ് സംഭവിക്കുന്നത്? റോമൻ കാത്തലിക് ചർച്ച് പർവ്വതമായി മാറി. അതാണ് സംഭവിക്കുന്നത്. ഇതെപ്പോ സംഭവിക്കും എന്ന് ചോദിക്കുമ്പോൾ ദാനിയേലിന് കിട്ടുന്ന വെളിപാട് ഇതാണ്. 770 ആഴ്ചവട്ടം. 770 ആഴ്ചവട്ടം എന്ന് പറഞ്ഞാൽ ഇന്നേക്ക് ദാനിയേലിന്റെ കാലം തൊട്ട് 490 കൊല്ലം. അതിനുള്ളിൽ ഈ 4 സാമ്രാജ്യം കടന്നു പോകും. അപ്പോൾ ദേവാലയം പണിയും. ദേവാലയം പണിതിട്ട് ദേവാലയത്തിന്റെ നാശം സംഭവിക്കുക. 770 ആഴ്ചവട്ടം. 62 ആഴ്ചവട്ടത്തിലെ, അതായത് ഒരാഴ്ച മുമ്പായിട്ട് അഭിഷിക്തം ഛേദിക്കപ്പെടും. ദാനിയേൽ പ്രവാചകൻ പറയും അഭിഷിക്തം ഛേദിക്കപ്പെടും. ആരഭിഷിക്തൻ? ക്രിസ്തുവിന്റെ കുരിശുമരണം. അവിടെ നിന്ന് അടുത്ത ആഴ്ചവട്ടം പൂർത്തിയാകുമ്പോൾ 70 എത്തുമ്പോഴേക്കും ജെറുസലേം ദേവാലയത്തിന്റെ നാശം. 70 ജെറുസലേം ദേവാലയത്തിന്റെ നാശം സംഭവിച്ചു. അതിനുശേഷം പുതിയൊരു ജെറുസലേം ആരംഭിക്കുന്നു. ഏതാ ജെറുസലേം? പഴയ ജെറുസലേമിന്റെ കയ്യിൽ, ദേവാലയത്തിന്റെ കയ്യിൽ നിന്ന് പുതിയ ജെറുസലേം ദേവാലയം പേത്രന് കൈമാറുന്ന സമയമാണ് അപ്പസ്തോലന്മാരുടെ കാലഘട്ടത്തിന്റെ അവസാനം. അതാണ് സഭ. അപ്പസ്തോലനായ ചെറിയ യാക്കോബ് ജെറുസലേം ദേവാലയത്തിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോ ഇങ്ങനെ പറഞ്ഞെന്ന് പറയുന്നത്, ചെറിയ യാക്കോബിന്റെ മുട്ട്, അല്പപുത്രനായ യാക്കോബിന്റെ മുട്ട് ഒട്ടകത്തഴമ്പ് പോലെയുള്ളതായി തീർന്നു പ്രാർത്ഥിച്ചിട്ട്, ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്. ജെറുസലേമിന്റെ മെത്രാന ഇസ്രായേൽക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.
അവൻ എപ്പോ പ്രാർത്ഥന നിർത്തുന്നു അന്ന് നിന്നെ പണി കഴിഞ്ഞു എന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് പോണത്രേ. അപ്പൊ യേശു തന്റെ ശരീരത്തെ ജെറുസലേം ദേവാലയത്തോടെ ഉപമിക്കുക. ജെറുസലേം ദേവാലയത്തോട് പറയുകയാണ്, കല്ലുമേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും, നിങ്ങൾ ഈ ആലയം നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാനത് പുനരുദ്ധരിക്കും. അവന്റെ ശരീരഭാഗത്ത് ആലയത്തെ പറ്റിയാണ് അവൻ പറഞ്ഞത്. അവന്റെ ശരീരഭാഗത്ത് ആലയം കുരിശി തകർക്കപ്പെട്ടു. അത് ദേവാലയം ജെറുസലേം ദേവാലയം തുല്യമായതുകൊണ്ട് ജെറുസലേം ദേവാലയം അതേപോലെ തകർക്കപ്പെടുക. യേശുവിന്റെ ശരീരത്തിൽ തുല്യാണ്. അപ്പോൾ ഇത് എപ്പോ സംഭവിക്കും? അപ്പസ്തോലൻ മരിക്കുമ്പോൾ ഇതിനുവേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന അപ്പസ്തോലൻ ചെറിയ യാക്കോബ് AD 62 ദേവാലയ ഗോപുരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണു നിപ്പത്തിച്ചു. അന്ന് സ്റ്റാർട്ട് ചെയ്തതാ ഫ്ലാവിയസ് ജോസഫ് പറയുക. അന്ന് മുതൽ ആരംഭിച്ചു ജെറുസലേമിന്റെ തർക്കങ്ങളും അതിനെ പ്രതി യുദ്ധങ്ങൾ. അവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു, യഹൂദന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു, ഏതോമിയർ വന്ന് കീഴടക്കുന്നു. അവസാനം റോമാക്കാർ വന്ന് 4 വിഭാഗം ആളുകൾ തമ്മിൽ ഫൈറ്റ് ചെയ്തിട്ട് അവസാനം റോമാക്കാർ വന്ന് കീഴടക്കി തരിപണമാക്കുന്നതാണ് നമ്മളവിടെ കാണുന്നത്. ഇതാണ് വെളിപാടിന്റെ പുസ്തകത്തിലെ യോഹന്നാനിലേക്ക് എഴുതി കൊടുത്ത പ്രവചനം. കടലിൽ നിന്നൊരു മൃഗം വരുന്നു എന്ന് പറഞ്ഞ റോമാക്കാരാണ് ഈ കടലിൽ നിന്ന് വരുന്ന നാവിക ശക്തി. കരയിൽ നിന്ന് മൃഗം വരുന്നു, അതെ ഏതോമിയർ കടന്നു വരുന്നതാണ്. ഇങ്ങനെ കീഴടക്കുന്നതാണ് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്. ഇതിലൊക്കെ ലോകാവസാനത്തേക്ക് കൊണ്ടുവന്നിട്ട് നമ്മുടെ ആൾക്കാർ ഇന്ന് ഓരോന്ന് പറഞ്ഞ് മൃഗം വരുന്നു കാത്തിരിക്കുകയാണ്. മുദ്രയൊക്കെ നോക്കാൻ 666 മുക്ക് നോക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതാണ് ഇതിന്റെ ഇതാണ് ഇതിന്റെ സംഭവം. അതിന് എന്ത് സംഭവിക്കുകയാണ്? പിന്നെ അവിടെ മുതൽ കർത്താവിന്റെ 1000 വർഷത്തെ ഭരണം അവിടെ കാണാൻ. എന്താ 1000 വർഷത്തെ ഭരണം? ഈ ദേവാലയത്തിൽ നിന്ന് സ്വർഗീയ ജെറുസലേം ആകുന്ന മറ്റൊരു ദേവാലയം, സ്വർഗീയ ജെറുസലേമിനെ പറ്റി പറയുകയാണ്. അത് കത്തോലിക്ക തിരുസഭയാണ് സ്വർഗീയ ജെറുസലേം. അവിടെ മുതൽ ഈ ബേറ്റം കൈമാറി സഭയിലാണ് പിന്നെ ക്രിസ്തു, വേറെ എവിടെയും ഇല്ല. ദൈവം അവിടെ അതുവരെ ജെറുസലേം ദേവാലയത്തിൽ ദൈവം വസിക്കുന്നുണ്ടെങ്കിൽ ദേവാലയം നശിച്ചപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ നിന്ന് പോയി സ്വർഗീയ ജെറുസലേം ആകുന്ന സഭ, കത്തോലിക്ക സഭയിലാണ് ഈ ദൈവം വന്ന് വസിക്കുന്നത്. 1000 വർഷത്തെ ഭരണം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തു നേരിട്ട് സഭയിലൂടെ ഇപ്പൊ ഭരിക്കുന്നത്. അതാണ് ദൈവരാജ്യം. 1000 എന്ന് പറയുന്നതിന് ഒരു കണക്കുണ്ട്. അവരുടെ 1000 എന്ന് പറഞ്ഞാൽ പൂർണ്ണസംഖ്യകളാണ്. 2 പൂർണ്ണസംഖ്യ, 3 പൂർണ്ണസംഖ്യ, 5 പൂർണ്ണസംഖ്യ, 7 പൂർണ്ണസംഖ്യ, 10 പൂർണ്ണസംഖ്യ, 12 പൂർണ്ണസംഖ്യ. അപ്പൊ 1000 എന്ന് പറഞ്ഞാൽ 1 ഇട്ടിട്ട് 3 പൂജ്യം ഇട്ടുക. 3 പൂജ്യം എന്ന് പറഞ്ഞാൽ 10 പൂർണ്ണസംഖ്യയാണ്. 3 പൂജ്യം വന്നാൽ പൂർണ്ണതയുടെ പൂർണ്ണത. 1000 വർഷത്തെ പറഞ്ഞ ഒരു നിശ്ചിത കാലഘട്ടത്തോളം സഭ ലോകാവസാനം വരെ നിശ്ചിത കാലഘട്ടത്തോളം സഭയിലൂടെ ക്രിസ്തു ഭരിക്കുകയാണ്. ഇന്ന് ഭരണം ക്രിസ്തുവിന്റെ കയ്യിലാണ്. ലോകത്ത് ദൈവരാജ്യത്തെ പറ്റി ഞാൻ ക്ലാസ് എടുത്തില്ലേ? ക്രിസ്തു ഭരിക്കുകയാണ് ലോകത്തെ. അവർ അറിഞ്ഞു മറിയാതെ അവർ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ക്രിസ്തുവാണ്. ഇത് 1000 വർഷത്തെ ഭരണം സഭയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് 1000 വർഷത്തെ ഭരണം. പ്രൈസ് ദി ലോർഡ്. 1000 കൊല്ലം കഴിഞ്ഞ് 2000 കൊല്ലം കഴിഞ്ഞു. പക്ഷെ ഇതിങ്ങനെ നിശ്ചിത കാലം വരെ നടത്തുള്ളൂ. അപ്പോൾ ഈ വെളിപാടിന്റെ ഡീകോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.5 കൊല്ലം പീഡനം ഉണ്ടാകും പറഞ്ഞല്ലോ. സമയവും സമയത്തിന്റെ പകുതിയും ആണ് 3.5 കൊല്ലം. സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 കൊല്ലം, സമയങ്ങൾ എന്ന് പറഞ്ഞാൽ 2 കൊല്ലം, സമയത്തിന്റെ പകുതി എന്ന് പറഞ്ഞാൽ 1/2 കൊല്ലം. അപ്പൊ 3.5 കൊല്ലമായി. നീറോ ചക്രവർത്തി സഭയെ പീഡിപ്പിച്ചത് 3.5 കൊല്ലം. ആ അന്ത്യോക്കോസ് എപ്പിഫാനസ് ഗ്രീക്കുകാരായിരിക്കുമ്പോൾ യഹൂദരെ പീഡിപ്പിച്ചത് 3.5 കൊല്ലം. അപ്പോൾ ഈ പീഡനം വന്നു കഴിഞ്ഞപ്പോൾ യോഹന്നാൻ പറയുകയാണ്, ഇത് അധികം 3.5 കൊല്ലമേ ഉള്ളൂ ഈ പീഡനം, സമയവും സമയത്തിന്റെ പകുതി സമയങ്ങളും. ഇതാണ് ഈ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് അതിന്റെ വ്യാഖ്യാനം, വെളിപാടിന്റെ വ്യാഖ്യാനം. അപ്പൊ യേശുവിന്റെ അടുത്ത് ശിഷ്യന്മാർ ചോദിക്കുന്നവരുണ്ട്. മത്തായി 24-ാം അധ്യായത്തിൽ ആ ചോദ്യം ഇപ്രകാരമാണ്: ജെറുസലേമിന്റെ നാശത്തെക്കുറിച്ചും യുഗാന്ത്യത്തെക്കുറിച്ചും ഞങ്ങൾക്ക് പറഞ്ഞു തരിക. യേശു അപ്പം എന്ത് ചെയ്യുന്നു? ഡബിൾ പ്രൊഫസിയെ പറയുന്നത്. ഡബിൾ പ്രൊഫസി എന്ന് പറഞ്ഞാൽ എന്താ? യേശു ക്രിസ്തു ഇപ്പൊ പറയുന്നത് ജെറുസലേമിന്റെ നാശത്തിനും നടക്കും, യുഗാന്ത്യത്തിനും നടക്കും. രണ്ടും ഒരേപോലെ നടക്കും. ജെറുസലേം നാശം നടക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും അഴിഞ്ഞു പോകും, സൂര്യൻ പ്രകാശം തരികയില്ല. എന്താ കാരണം? ജെറുസലേം ദേവാലയത്തിന് മുമ്പിൽ ഒരു തിരശ്ശീലയുണ്ട്. 2ാം സ്വർഗ്ഗം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ പ്രതീകം. ആ തിരശ്ശീല നടുവേ കീറിപ്പോയി, സൂര്യനും ചന്ദ്രനും അഴിഞ്ഞു പോയി എന്നാണ് പറയുന്നത്. യേശു ക്രിസ്തു പറയുന്നുണ്ട് ജെറുസലേം ദേവാലയത്തെ പറ്റി നാശത്തെ പറ്റി പറയുമ്പോൾ ഇത് കടന്നു പോകുന്ന ഒരു തലമുറ കടന്നു പോവുകയില്ല. ലോകാവസാനം വരുന്നതിന് മുമ്പ് തലമുറ കടന്നു പോയില്ലെന്നല്ലോ. അല്ല, ഒരു തലമുറ എന്ന് പറഞ്ഞാൽ 40 വർഷം എന്നാ കണക്ക് വരല്ലേ. 40ന്റെ പ്രത്യേകത
യേശു മരിച്ചതിന് ശേഷം 40 വർഷത്തിനുള്ളിൽ ജെറുസലേം ദേവാലയം നശിക്കും. അവൻ ഈ തലമുറ കടന്നു പോകില്ല. ജെറുസലേം ദേവാലയം നശിക്കും. യോഹന്നാൻ ശ്ലീഹ അത് കണ്ടു. ജെറുസലേം ദേവാലയ നാശം യോഹന്നാൻ ശ്ലീഹ കണ്ടു. ഇതാണ് 40 വർഷത്തിൻ്റെത്. അപ്പൊ ഇത് തന്നെയാണ് ഇനി അടുത്ത യുഗാന്ത്യത്തിനും കടന്നു വരാൻ പോകുന്നത്. യുഗാന്ത്യത്തിനും ഇതേപോലെ ഈ ജെറുസലേം ഇതുവരെ സഭയെ സ്വർഗീയ ജെറുസലേമാക്കി, സഭയാവുന്ന ജെറുസലേമിനെ എന്താക്കി മാറ്റും? കർത്താവിന്റെ സഭയാക്കി മാറ്റും. അതായത് നിത്യജീവിതത്തിലെ സ്വർഗത്തിലേക്കാക്കി മാറ്റും. കണ്ടിന്യൂഷൻ സംഭവിക്കും. ഹല്ലേലൂയ. അപ്പോൾ ഈ അന്ന് ജെറുസലേം ദേവാലയത്തിന് മുകളിലുള്ള സൂര്യൻ ചന്ദ്രൻ അഴിഞ്ഞു പോയെങ്കിൽ യുഗാന്ത്യത്തിൽ ഈ സൂര്യൻ ചന്ദ്രനാണ് അഴിഞ്ഞു പോകുന്നത്. നശ്വരമായ അതെല്ലാം അനശ്വരമാക്കപ്പെടും, മറ്റൊരു രീതിയിലേക്ക് മാറാം. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഡബിൾ പ്രൊഫസി. യേശു പറഞ്ഞ ആ പ്രവചനം 2 യുഗാന്ത്യത്തിന് സംഭവിച്ചു, AD 70 സംഭവിച്ചു. ഇത് മനസ്സിലാക്കാതെ ഇപ്പിരുന്ന് വ്യാഖ്യാനിച്ചാൽ എങ്ങനെയിരിക്കും? അതാണ് ഇന്ന് പെന്തക്കോസ്തുകാരുടെ സംഭവിക്കുന്ന വിഷയം. യുഗാന്ത്യത്തെ കുറിച്ച് സംഭവിക്കുന്നു. നമ്മൾ പറയുന്നത് ജെറുസലേമിന്റെ നാശത്തില് അതുവരെ ഉണ്ടായ സംഭവത്തിന്റെ അതിന്റെ ഒരു ലോകാവസാനത്തിലും അതുപോലെ സംഭവമാണ് സംഭവിക്കാൻ പോകുന്നത്. ലോകം അവസാനിക്കും, സഭ ഒന്നടങ്കം സ്വർഗീയ ജെറുസലേമാക്കി മാറ്റപ്പെടും. അങ്ങനെ പറയാൻ പോകുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മറ്റു കിംവദന്തികളൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ അടുത്തൊരു സുഹൃത്തിനോട് പറഞ്ഞു, ഈ ഒരു മാസം 10 രാജ്യങ്ങൾ നശിക്കാൻ പോവുകയാണ്, ലോകാവസാനത്തിന്റെ ലക്ഷണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. 10 നഗരങ്ങൾ നശിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു. ഇങ്ങനെയുള്ള കിംവദന്തികൾ പലതും ഉണ്ടാവുന്നേ. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഇതിൻ്റെ ഒരു രത്ന ചുരുക്കം. നമ്മൾ ഇതിനെ പറ്റി മനസ്സിലാക്കണം. ഇതാണ് നമ്മൾ സഭ പഠിപ്പിക്കുന്നത്. ലോകാവസാനത്തെ കുറിച്ച് നമ്മൾ സഭ പഠിപ്പിക്കുന്നത് 2 കാര്യങ്ങളാണ് CCC പഠിപ്പിക്കുന്നത്. ഒന്ന്, യഹൂദർ മുഴുവനുമായും യേശു ക്രിസ്തുവിലേക്ക് വരും, സഭയിലേക്ക് വരും. അത് റോമാക്കാരുടെ 9-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഒരു യഹൂദരുടെ ഇടയിലൊരു മാറ്റം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരെന്താ പറയാം, ഒരു 40% യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന യഹൂദരുണ്ട്, യഹൂദന്മാർക്കിടയിൽ ഇസ്രായേലിൽ. അത് ഒന്നാമത്തെ അടയാളം. രണ്ടാമത് അടയാളം പറയുന്നത് ഇതാണ്, സഭ വലിയ പീഡനത്തിലൂടെ പോകും. ആന്റി ക്രൈസ്റ്റ് കടന്നു വരും, എതിർ ക്രിസ്തു കടന്നു വരും. ആ കടന്നു വരുന്ന എതിർ ക്രിസ്തു ആരാണ്? ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, ചിലപ്പോൾ ഒരു തത്വചിന്തയായിരിക്കാം, ചിലപ്പോൾ ഒരു പ്രസ്ഥാനമായിരിക്കാം, ചിലപ്പോൾ അതൊരു മതമായിരിക്കാം. അത് സസ്പെൻസാണ്. പക്ഷെ വലിയൊരു പീഡനം സഭ നേരിടേണ്ടി വരും. അവസാനം വരെ സഹിച്ചു നിൽക്കാൻ രക്ഷപ്രാപിക്കും. അതിന് പെന്തോസ്തർ പറഞ്ഞത് പോസ്റ്റ് ട്രിപ്പ് എന്നാണ്. പോസ്റ്റ് ട്രിപ്പ് അവരിതിങ്ങനെയല്ല. 1000 വർഷത്തെ ഭരണത്തിന് ശേഷം പീഡനം ഉണ്ടായിരിക്കും സഭയ്ക്ക് എന്നാണ് പറയുന്നത്. നമ്മൾ പറയുന്നത് 1000 വർഷത്തെ ഭരണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സഭയിലൂടെ, അതിനുശേഷം ഒരു പോസ്റ്റ് ട്രിപ്പ്, ഒരു വലിയൊരു പീഡനം സംഭവിക്കും. അതിനുശേഷം യേശു ക്രിസ്തു കടന്നു വരും, 2ാം വരവ് വരും. അത് ശുദ്ധീകരണ സ്ഥലം ഇല്ലാതെയാവാൻ പോവല്ലേ. അശുദ്ധീകരണത്തിന്റെ പീഡനം ആ പോസ്റ്റ് ട്രിപ്പിൽ അനുഭവിക്കേണ്ടി വരും. പീഡനകാലം ഉണ്ടാകും, സഭയ്ക്ക് വലിയ പീഡനകാലം ഉണ്ടാകും. സ്വർഗത്തിൽ പോകുന്നവർക്കൊക്കെ പീഡനം ഉണ്ടാകും. എന്നിട്ട് യേശു കടന്നു വരും, നേരെ അവരെ സ്വർഗത്തേക്ക് എടുക്കുകയും ചെയ്യും. എന്തായാലും പീഡനം ഉണ്ടാവുന്നേ, എന്തായാലും നമ്മൾ അനുഭവിക്കണ്ടേ പീഡനം? ശുദ്ധീകരണ സ്ഥലത്തിൽ അനുഭവിക്കണ്ടേ? അതവര് ഭൂമിയിൽ അനുഭവിക്കും വലിയ പീഡനമായിട്ട്, അവസാനത്തെ പീഡനം. ഈ 2 അടയാളാണ് സഭ പഠിപ്പിക്കുന്നത്. യഹൂദന്മാർ ക്രിസ്തുവിലേക്ക് കടന്നു വരും, പീഡനം അനുഭവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒരു മാതിരി എല്ലാം കവർ ചെയ്തെന്നായിരുന്നു അല്ലേ? നമുക്ക് അവസാനിപ്പിക്കാം, പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പിതാമഹനും പരിശുദ്ധാത്മാവുമായ പ്രത്യേക ദൈവമേ, അങ്ങ് സന്നിധിയിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്ന പ്രത്യേകമായി മരണം, വിധി, സ്വർഗം, നരകം എന്നതിനെ കുറിച്ച് വ്യക്തമായ ബോധ്യം നൽകി ഞാൻ അനുഗ്രഹിച്ച വലിയ കൃപയോർ തന്നെ പറഞ്ഞ് ഞങ്ങൾ ഇനിയും പഠിപ്പിക്കണമേ. ഇനിയും സ്വർഗീയ രഹസ്യങ്ങളെ കുറിച്ചുള്ള ജ്ഞാനം നൽകി അനുഗ്രഹിക്കണമേ. പരിശുദ്ധമേ മാതാവേ, സ്വർഗഭൂലോകങ്ങളെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.